കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും ഒരിക്കൽ കൂടി എൻ്റെ പ്രണാമം. അപ്പൊ നമ്മള് രാവിലത്തെ മംഗളാരതിയുടെ ഗുരു അഷ്ടകമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞായിരുന്നു, ശ്രീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ നമ്മുടെ പരമ്പരയിലെ ഒരു വലിയ ആചാര്യനാണ്. അദ്ദേഹമാണ് ഈ വൈഷ്ണവ ഗീതങ്ങളിലെ ഈ ഒരു ഗുരു അഷ്ടകം നമുക്ക് സമ്മാനിച്ചത്. അതായത് ഗുരു ആരാണ്, ഗുരുവിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അദ്ദേഹത്തിന്റെ മനോഭാവം എന്താണ്, അദ്ദേഹം എങ്ങനെയാണ് ഭഗവാനെ സേവിക്കുന്നത്, അദ്ദേഹം എങ്ങനെയാണ് ഭഗവാനെയും തൻ്റെ ശിഷ്യന്മാരെയും തമ്മിൽ ബന്ധിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ആദ്യത്തെ ശ്ലോകം അത് കാട്ടുതീ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും പറഞ്ഞതൊക്കെ. അതായത് നമ്മുടെ ഭൗതിക അസ്തിത്വമാകുന്ന കാട്ടുതീയില നമ്മൾ വെന്തുരുകയാണ് നാം ഓരോരുത്തരും. അപ്പൊ അതില് ഗുരു എന്ന ആ ഒരു മഴമേഘം എങ്ങനെയാണോ വനത്തിലെ തീയുടെ അഥവാ അഗ്നി ശമിപ്പിക്കുന്നത്, വർഷം ചൊരിഞ്ഞും അത് ശമിപ്പിക്കുന്നത്, അതേപോലെ നമ്മുടെ ഭൗതിക അസ്തിത്വമാകുന്ന അഗ്നിയിൽ കാരുണ്യത്തിന്റെ മേഘം അഥവാ വർഷം ചൊരിഞ്ഞിട്ട് അദ്ദേഹം നമ്മളെ ഓരോരുത്തരെയും ഭൗതിക ലോകത്തിന്റെ ബദ്ധാവസ്ഥയിൽ നിന്നും മോചിപ്പിക്കുന്നു. അതാണ് നമ്മൾ ആദ്യത്തെ ശ്ലോകം. അതായത് ഞാനൊന്ന് പാടിയിട്ട് അടുത്തതിലേക്ക് പോകാം. സംസാരധാവാ നളലിഢലോക ത്രാണായ കാരുണ്യാ ഘന ഘനത്വം പ്രാപസ്യ കല്യാണ ഗുണാനവശ്യ വന്ദേ ഗുരു ശ്രീചരണാരവിന്ദം. രണ്ടാമത്തെ ശ്ലോകം, അത് അടുത്ത ശ്ലോകം നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്തു, ഇനി ഈ ആഴ്ച രണ്ടാമത്തെ ശ്ലോകമാണ്. മഹാപ്രഭോ കീർത്തന നൃത്യ ഗീത വാദിത്ര്യമാദ്യാൻ മനസോരസേന രോമാഞ്ചകം വാ ശ്രുതരംഗഭാജോ വന്ദേ ഗുരു ശ്രീചരണാരവിന്ദം. വന്ദേ ഗുരു ശ്രീചരണാരവിന്ദം. വന്ദേ ഗുരു ശ്രീചരണാരവിന്ദം. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് തിരുനാമജപം, ആനന്ദ നൃത്തം, സംഗീത ഉപകരണങ്ങളുടെ വാദനം എന്നിങ്ങനെയുള്ള ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ സങ്കീർത്തനത്താൽ ആത്മീയ ഗുരു എല്ലായ്പ്പോഴും ആനന്ദിക്കുന്നു. അദ്ദേഹം മനസ്സിൽ പരിശുദ്ധ ഭക്തി ആസ്വദിക്കുന്നതിനാൽ ചിലപ്പോൾ രോമങ്ങൾ എഴുന്നേൽക്കുക, ശരീരം വിറയ്ക്കുക, കണ്ണുനീർ പ്രവഹിക്കുക എന്നിവ പ്രകടമാകുന്നു. ഇപ്രകാരമുള്ള ആധ്യാത്മിക ഗുരുവിന്റെ പാതാരവിന്ദങ്ങളിൽ ഞാൻ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ശ്ലോകം. ഇതിനകത്ത് പറയുന്നത് നമ്മുടെ ഗുരു എന്ന് പറയുന്നത് നമുക്കറിയാം, അദ്ദേഹം സദാസമയവും അദ്ദേഹം സേവക ഭഗവാനാണ്. ഭഗവാനെ സേവിക്കുന്ന, സദാസമയവും ഭഗവാനെ സേവിക്കുന്ന ഭക്തനാണ് സേവക ഭഗവാൻ, ഗുരു എന്ന് പറയുന്നത്. അപ്പൊ ഗുരു അദ്ദേഹം മഹാപ്രഭുവിന്റെ കീർത്തനം, നൃത്തം, ഗീതം. അപ്പൊ ഇപ്പൊ നമ്മള് ചൈതന്യ മഹാപ്രഭു ആക്ച്വലി അദ്ദേഹം ഒരു ഗുരുവായിട്ടാണ്, അദ്ദേഹം ഭഗവാനാണെങ്കിലും ഒരു ഭക്തനായിട്ടാണ്, ഒരു തികഞ്ഞ ഭക്തനായിട്ടാണ് കലിയുഗത്തിലെ പ്രത്യക്ഷപ്പെട്ടത്. അദ്ദേഹമാണ് നമുക്ക് രാധാകൃഷ്ണ ഭാവം, അല്ലെങ്കിൽ ആ ഭക്തിയുടെ രസം, അല്ലെങ്കിൽ മാധുര്യ രസം, എല്ലാത്തരം രസത്തിലും, ഇവൻ ദാസ്യം മുതൽ മാധുര്യം വരെയുള്ള എല്ലാ രസങ്ങളുടെയും ആ ഭാവം നമുക്ക് കാട്ടിത്തന്നത് മഹാപ്രഭുവാണ്. അപ്പൊ മഹാപ്രഭുവിന്റെ കീർത്തനം, അദ്ദേഹത്തിന്റെ നൃത്തം, അദ്ദേഹത്തിന്റെ ഗീതം അഥവാ സങ്കീർത്തനം എല്ലാം പ്രേമഭക്തിയുടെ സർവോത്കൃഷ്ടമായിട്ടുള്ള ഭാവമാണ്. അപ്പൊ ഈ ഭാവം എന്ന് പറയുമ്പോഴാ നമ്മള് എന്താ പറയാ, രാധാഭാവം. ഭഗവാൻ ഭൗതിക ലോകത്ത് വന്നത് രാധാഭാവത്തിലാണ്. നമുക്ക് സംയുക്ത അവതാരമാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും ശ്രീമതി രാധാറാണിയുടെയും സംയുക്ത അവതാരമാണ് ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു. അപ്പം
ഭഗവാൻ ആ ഒരു സൽവോത്കൃഷ്ടമായിട്ടുള്ള ഭാവത്തിൽ, അതായത് ഭഗവാനോ കാണാനുള്ള അല്ലെങ്കിൽ ഭഗവാനോടുള്ള വ്യഗ്രത, അദ്ദേഹത്തിനോടുള്ള സ്നേഹം, പ്രേമം, ആ ഭാവത്തിലാണ് ഇപ്പൊ കീർത്തനം പാടുന്നത്. ഇപ്പൊ നമ്മൾ വൈഷ്ണവ സോങ്ങുകൾ ഓരോന്നും എടുത്തു കഴിഞ്ഞാൽ അറിയാം, ആചാര്യന്മാര് അത് എന്താ പറയാ എഴുതിയിരിക്കുന്നത് അവരുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന ആ എന്താ പറയാ പ്രേമത്തിന്റെ ഭാവത്തിലാണ്. അങ്ങനെയാണ് അവർ ആ ഓരോ വൈഷ്ണവ ഗീതങ്ങളും രചിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ ഭൗതിക ലോകത്ത് ഭക്തിഗാനങ്ങളുണ്ട്, പക്ഷെ പിന്നെ അല്ലാതെ ലളിത മറ്റുള്ള ഒരുപാട് ഗാനങ്ങളും കീർത്തനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും വൈഷ്ണവ ആചാര്യന്മാര് അവര് രചിച്ചിരിക്കുന്ന ആ വൈഷ്ണവ ഗീതങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ഹൃദയത്തിന്റെ തുടിപ്പാണ് അതിൽ അവര് രചിച്ചു വെച്ചിരിക്കുന്നത്. അത്രമാത്രം സ്നേഹം, ഭഗവാനോടുള്ള സ്നേഹം, ഭാവം. മറ്റു ഭൗതിക ലോകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ കീർത്തനമായാലും ഭക്തിയിലുപരി അവര് നമുക്കറിയാമല്ലോ അതിനകത്ത് ഭൗതികതയുണ്ട്. പക്ഷേ ഈ വൈഷ്ണവ ഗീതങ്ങൾ എഴുതുന്ന അഥവാ രചിക്കുന്ന ആചാര്യന്മാര്, ഇവൻ ശ്രീല പ്രഭുപാദ രചിച്ചിട്ടുണ്ട്, അതേപോലെ ഭക്തി വിനോദ ഠാക്കുറ, നരോത്തമദാസ് ഠാക്കുറ, അപ്പൊ ഇവരെയൊക്കെ, അതേപോലെ വൃന്ദാവനദാസ് ഠാക്കുറ, അപ്പൊ അങ്ങനെ ഇവരെയൊക്കെ ഒരുപാട് എന്താ പറയാ വൈഷ്ണവ ഗീതങ്ങൾ രചിച്ച ഭക്തന്മാരാണ്. ഇപ്പൊ തന്നെ ശ്രീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കുറ, അദ്ദേഹം വിശ്വനാഥ ചക്രവർത്തി പാദ്, അദ്ദേഹം ആണ് ഇത് ലഭിച്ചത്. അപ്പൊ ഇതിന്റെ ഭാവം എന്ന് പറയുന്നത് ഏറ്റവും സർവ ഉത്കൃഷ്ടമായിട്ടുള്ളതാണ്. അപ്പം ഭഗവാൻ ജഗന്നാഥന്റെ മുന്നിൽ വിവിധ ഭാവങ്ങൾ പ്രകടമാക്കി ശ്രീ ചൈതന്യ മഹാപ്രഭു. അപ്പൊ മഹാപ്രഭു അവിടെ രഥയാത്ര നടക്കുന്ന സമയത്ത് അതിലുപരി ആദ്യമായിട്ട് ഭഗവാനെ കാണാനായിട്ട്, ജഗന്നാഥനെ കാണാനായിട്ട് പ്രാവശ്യം പോകാൻ ഇരിക്കുമ്പോഴൊന്നും ഒന്നും പറ്റിയില്ല. പിന്നെ ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്തായാലും ജഗന്നാഥപുരിയിലേക്ക് പോവാണ്. ഭഗവാന്റെ മനസ്സ് നിറയെ ജഗന്നാഥാണ്. അപ്പൊ ജഗന്നാഥിന്റെ ഭാവം, അതേപോലെ മഹാപ്രഭുവിന്റെ ഭാവം, അതെല്ലാം ആ ഒരു ഇപ്പൊ നമ്മള് ശ്രീ ചൈതന്യ ചരിതാമൃതത്തിൽ അതൊക്കെ വളരെ വ്യക്തമായിട്ട് വിവരിക്കുന്നുണ്ട്. ഭഗവാൻ ജഗന്നാഥനെ കാണാനായിട്ട് മഹാപ്രഭു രണ്ട് കൈകളും നീട്ടി ജഗന്നാഥ എന്ന് വിളിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ ഓടുകയാണ്. അപ്പൊ നമ്മൾ ജഗന്നാഥപുരിയിൽ പോകുമ്പോൾ കാണാം അവിടെ ആ ഒരു പ്രതിഷ്ഠ, ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു പ്രതിഷ്ഠ അവിടെ വെച്ചിട്ടുണ്ട് ആ ഒരു ഭാവത്തില്. അപ്പം ഈ വിവിധ ഭാവങ്ങള് അദ്ദേഹം ജഗന്നാഥന്റെ മുന്നിൽ പ്രകടമാക്കിയിരുന്നു, ഈ ഭാവങ്ങളെല്ലാം. അപ്പൊ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ മൂല്യം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അതായത് നൃത്തം ചെയ്യുക, കീർത്തനം ചെയ്യുക, അതുപോലെ തന്നെ വാദ്യോപകരണങ്ങൾ വായിക്കുക. ഇപ്പൊ നമ്മളൊരു കീർത്തനം ചെയ്യുന്ന സമയത്ത് മൃദംഗം, കരത്താല, പിന്നെ അതുപോലെ തന്നെ പിന്നെ എന്താ പറയാ പലതരത്തിലുള്ള വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ആ മാധ്യമങ്ങളിൽ കൂടിയാണ് ദിവ്യമായിട്ടുള്ള ആ ആനന്ദം അഥവാ ആ കീർത്തനത്തിന്റെ ആനന്ദം അനുഭവിക്കുന്നത്. അപ്പോഴാ രോമാഞ്ചം, അശ്രു, അതാണ് രോമാഞ്ച കമ്പാശ്രു തരംഗബാജു, അതായത് രോമാഞ്ചം, ആനന്ദം, അശ്രു തുടങ്ങിയ ദിവ്യമായ ഭാവങ്ങളിൽ ഭഗവാന്റെ മഹിമ പാടിപ്പുകഴ്ത്തുകയാണ്. അപ്പം ഭഗവാൻ ചൈതന്യ മഹാപ്രഭു ജഗന്നാഥപുരിയിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് അദ്ദേഹം ഭഗവാൻ ജഗന്നാഥനെ കാണാനായിട്ട് അവിടെ എത്തുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ കൈകൾ നീട്ടി ഭഗവാനെ ജഗന്നാഥനെ വിളിച്ചുകൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പൊ അങ്ങനെ ഉച്ചത്തിൽ ജഗന്നാഥായി വിളിച്ചിട്ട് ഭഗവാന്റെ അടുത്തോട്ട് ചെല്ലുമ്പോഴാ അവിടെ ഇരിക്കുന്ന ഭഗവാൻ ആരാണ്? ആക്ച്വലി ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. അതായത് രാധാറാണിയുടെ വിരഹം അനുഭവിക്കുന്നു. രാധാറാണിയിൽ നിന്ന് വിരഹം അനുഭവിക്കുന്ന ഭാവമാണ് ജഗന്നാഥന്. നമുക്കതിന്റെ കഥയൊക്കെ അറിയാമല്ലോ, ജഗന്നാഥന്റെ ഉത്ഭവം, അതായത് ആ രൂപം എങ്ങനെയാണ് ഉണ്ടായതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ആ ജഗന്നാഥ് ഇങ്ങനെ, അപ്പം ഇവിടെ ആരാണ്? രാധാറാണിയാണ്. അപ്പൊ രാധാറാണിയും ഭഗവാൻ ശ്രീകൃഷ്ണനും, രാധാറാണി ഭാവത്തിൽ വരുന്ന ആരാണ്? ശ്രീ ചൈതന്യ മഹാപ്രഭു. ജഗന്നാഥൻ വരുന്ന എവിടാണ്? അതായത് രാധാറാണിയുടെ വിരഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ ഭാവത്തിലിരിക്കുകയാണ് ജഗന്നാഥൻ. അപ്പോ അങ്ങനെ ആ ഭാവത്തില് ഭഗവാൻ അവിടെ ചെല്ലുമ്പോഴ് അത് ഇപ്പൊ നമ്മള് ഇപ്പൊ എന്താ പറയാ, ഭഗവാൻ ഇപ്പൊ ചൈതന്യ മഹാപ്രഭുവിന്റെ കാര്യം പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇതും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പം മഹാപ്രഭു ഇങ്ങനെ ജഗന്നാഥനെ വിളിച്ചിട്ട് ഓടി എത്തുമ്പോഴത്തേക്ക് അദ്ദേഹം ബോധരഹിതനായിപ്പോയി. കാരണം എന്താ പിന്നെ സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. കാരണം ഇപ്പം രാധാറാണിയും കൃഷ്ണനും കൂടാണ്, അവര് ഇത്രയും കാലത്തെ വിരഹവേദനയ്ക്ക് ശേഷം അവർ ഒന്നിക്കാൻ പോവുകയാണ്. അപ്പൊ ആ ഒരു നിമിഷം എന്തോ പെട്ടെന്ന് തന്നെ മഹാപ്രഭുവിന് ബോധക്ഷയം ഉണ്ടായി. അപ്പൊ അതും ഒരു ഭാവത്തിന്റെ ലാസ്റ്റ് പ്രകടനമാണ്. അതായത്
അഷ്ടലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അഷ്ടസാത്വിക ലക്ഷണങ്ങൾ എന്നാണ് അതിന് പറയുന്നത്. അപ്പം ഇതെല്ലാം ഇപ്പൊ മഹാപ്രഭുവിന്റെ കീർത്തനങ്ങൾ, അതായത് കീർത്തനം, അതുപോലെ നൃത്തം, അതേപോലെ ഗീതം, ഇതെല്ലാം മഹാപ്രഭു നമുക്ക് കാട്ടിത്തന്നതാണ്. അപ്പൊ ഈ മഹാപ്രഭുവിന്റെ ഈ ഭാവങ്ങള് അത് അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിൽ ആകർഷനാകുന്ന ഒരു ഭക്തന് ഇതേ ഭാവങ്ങൾ ഉണ്ടാകും. അതാണ് ആചാര്യനായിട്ടുള്ള നമ്മുടെ ആധ്യാത്മിക ഗുരു. അദ്ദേഹത്തിന് മഹാപ്രഭുവിന്റെ കീർത്തനവും നൃത്തവും അതേപോലെ ഗീതവും ഒക്കെ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ രോമാഞ്ചം ഉണ്ടാകും, കണ്ണുകളിൽ നിന്ന് അശ്രു വരും, അതേപോലെ തന്നെ ആനന്ദം ഉണ്ടാകും. അതായത് എന്താണ് പരമാനന്ദം. അത് സാധാരണ ആനന്ദമല്ല, അതിന് പരമാനന്ദം എന്നാണ് പറയുന്നത്. അപ്പം എന്താണ് ഭാവം? അതായത് എപ്പോഴും നമ്മൾ പറയാറുണ്ട്, പിന്നെ ഭാവം എന്ന് വെച്ചാൽ ഭക്തിയുടെ പ്രേമഭാവം. അപ്പൊ ഈ ഭാവം എന്ന് പറയുന്നത് കീർത്തനം ചെയ്യുമ്പോഴേ രോമാഞ്ചം, കമ്പനം, കണ്ണുകളിൽ അശ്രു, ഇതൊക്കെ ഉണ്ടാകുന്നത് ഭഗവാനിൽ സമർപ്പണം ചെയ്യുന്നതിന്റെ ലക്ഷണങ്ങളാണ്. ഇപ്പം സാധാരണ ഇപ്പൊ ആൾക്കാർ അമ്പലത്തിൽ പോവുക, അമ്പലത്തിലെ പിന്നെ മൂർത്തി കാണുക, നമ്മളൊക്കെ നമസ്കരിക്കും, അതേപോലെ ഭഗവാന്റെ രൂപത്തെ നമ്മൾ ആസ്വദിക്കും. പറയുന്നുണ്ട്, പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചനേന സന്താ സദൈവ ഹൃദയേഷു വിലോകയന്തിയം ശ്യാമസുന്ദരം അചിന്യ ഗുണസ്വരൂപം ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. അതായത് പ്രേമത്തിന്റെ കണ്ണുകൾ എഴുതിയ പ്രേമത്തിന്റെ അഞ്ജനം എഴുതിയ കണ്ണുകൾ കൊണ്ടാണ് നമ്മൾ ഭഗവാനെ ദർശിക്കേണ്ടത്. ഭക്തി എന്ന് പറയുന്നതിന് പല പല ഭാവങ്ങളാണ്. അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ ഭാവങ്ങൾ, അതായത് സമർപ്പണം, എങ്ങനെയാണ് ഭഗവാനെ സ്നേഹിക്കുക, ഭഗവാനെ പ്രേമഭാവത്തോടെ കാണുക. അപ്പൊ അത് പ്രേമിക്കുക എന്ന് വെച്ചാൽ ഒരു പ്രേമഭാജനം എന്താണ് ചെയ്യുന്നത്? പ്രേമഭാജനം എപ്പോഴും തൻ്റെ പ്രേമഭാജനത്തിന് സർവ്വതും സമർപ്പിക്കും. മനസ്സും വാക്കുകളും ശരീരവും എല്ലാം, ആത്മാവിനെയും എല്ലാം സമർപ്പിക്കും. അതേപോലെയാണ്. അപ്പൊ സാധാരണ ആനന്ദ നൃത്തവോ അല്ലെങ്കിൽ സാധാരണ ഭാവമോ ഒന്നും അല്ല ആക്ച്വലി. അപ്പം ഇത് എന്ന് വെച്ചാൽ എന്താണ്? മനസ്സിന്റെ രസം, അതായത് ഭാവം. അപ്പൊ ഇതൊക്കെ മനസ്സിൽ നിന്ന് വരുന്ന പ്രേരണകളാണ്. പ്രേരണ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നമ്മുടെ ഹൃദയത്തില് ഇപ്പൊ നമ്മള് നമ്മുടെ ഗുരു കീർത്തനം ചെയ്യുന്നത് കാണുമ്പോഴാ നമുക്ക് പണ്ട് നമ്മുടെ ജയപതാക സ്വാമി ഗുരുമഹാരാജ് അദ്ദേഹം മസ്കറ്റിലൊക്കെ വരുമ്പോൾ വലിയ കരത്താലയുണ്ട്. ഇപ്പൊ നമ്മൾ സാധാരണ കാണുന്ന കരത്താലയില്ല, അതിന്റെ ഒരു 3-4 ഇരട്ടി വലിപ്പമുള്ള വലിയ കരത്താല വെച്ചിട്ട് അദ്ദേഹം കീർത്തനം പാടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, അന്നത്തെ നല്ല സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വരുമായിരുന്നു അദ്ദേഹം. അത്രമാത്രം അദ്ദേഹത്തിന്റെ അപ്പൊ നമ്മളൊക്കെ എന്താ ഉള്ളിൽ നിന്ന് അതുപോലെ ചെയ്യാൻ, അദ്ദേഹത്തിന്റെ ആ ഭാവം, ആ നൃത്തം, ആ കീർത്തനം ഒക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കര ഇൻസ്പയർ ആകും. നമ്മളിൽ ഈ പറഞ്ഞതുപോലെ അതൊക്കെ കേൾക്കുമ്പോഴും അത് കാണുമ്പോഴും ഒക്കെ നമുക്ക് രോമാഞ്ചം ഉണ്ടാകുമായിരുന്നു. അപ്പൊ എന്ന് പറയുന്നത് പോലെ നമുക്ക് കണ്ണുനീര് വരുമായിരുന്നു. അത്രമാത്രം ഭക്തിയാണ്. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ആ ഭക്തിയുടെ ഭാവം മുളപൊട്ടും. അപ്പൊ അതാണ് പ്രേരണ എന്ന് പറയുന്നത്. പിന്നെ വാദ്യോപകരണങ്ങൾ, മൃദംഗം, കർത്താല, പിന്നെ അതേപോലെ എല്ലാവരും ഭക്തന്മാരെല്ലാം കൈകൊട്ടി, അതാണ്. അപ്പൊ അങ്ങനെല്ലാം കീർത്തനം പാടുമ്പോഴാ, നൃത്തം ചെയ്യുമ്പോഴാ, അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോഴാ ഉണ്ടാകുന്ന പ്രേമഭാവം, അതിന്റെ സാത്വിക ലക്ഷണങ്ങളാണ്. അപ്പം ഏറ്റവും അതീന്ദ്രിയ ഭാവമായ മാറ്റങ്ങൾ ശരീരത്തിനുണ്ടാകും. മനസ്സിലായി? അതൊക്കെ ശരീരത്തിൽ പ്രകടമാകുന്ന ലക്ഷണങ്ങളാണ്. അപ്പം ഈ അതീന്ദ്രിയ ഭാവമാറ്റങ്ങൾ പ്രകടമാകുന്ന അവസ്ഥ ശരീരത്തില്, പ്രത്യേകിച്ച് കൂട്ടം കൂടിയുള്ള സങ്കീർത്തനം. ഇപ്പൊ നമ്മളതാണ് ഗുരുമഹാരാജ് ഇങ്ങനെ കീർത്തനം പാടുമ്പോൾ എല്ലാ ആൾക്കാരും എങ്ങോട്ടാണോ അദ്ദേഹം ചലിക്കുന്നത് അങ്ങോട്ട് ചലിക്കും, എങ്ങോട്ടാണോ അദ്ദേഹം പിന്നീട് ഓടുന്നത് അങ്ങോട്ട് ഓടും. അപ്പൊ എന്ന് പറയുന്ന പോലെ കൂട്ടായിട്ടുള്ള, അപ്പൊ നമുക്ക് ഇപ്പൊ ഒറ്റയ്ക്കിരുന്ന് പാടുന്നത് പോലോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നമ്മൾ കീർത്തനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും ഭക്തന്മാരുടെ സംഘത്തിലിരുന്ന് നമ്മൾ ഭഗവാന്റെ സേവ, കീർത്തനം ചെയ്യുക, നൃത്തം ചെയ്യുക, പിന്നെ അതേപോലെ തന്നെ അദ്ദേഹം എന്താ പറയാ, അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാ നമുക്ക് എന്താ പറയാ, ആ ഹൃദയത്തിൽ നിന്ന് നമുക്ക് തന്നെ ഒരു പ്രേരണ, ഇങ്ങനെ ആ ഭാവം നമ്മളിലും പൊട്ടിമുളയ്ക്കും. കാരണം എല്ലാവരുടെയും ഹൃദയത്തിൽ കൃഷ്ണാവബോധം ഉറങ്ങിക്കിടക്കുകയാണ്. അപ്പൊ ആ കൃഷ്ണാവബോധത്തെ ഉണർത്താൻ ഈ പറഞ്ഞതുപോലുള്ള അത് നമ്മൾ പറയത്തില്ലേ, അതായത്
കോൺഗ്രിഗേഷണൽ ചാൻഡിങ്. അപ്പൊ എല്ലാവരോടും ഇരുന്ന് നാമം ജപിക്കുക, എല്ലാവരോടും ഇരുന്ന് കീർത്തനം പാടുക, അതുപോലെ എല്ലാവരോടും ഇരുന്ന് ഭഗവാന്റെ കഥകൾ കേൾക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാ ശരീരത്തില് പ്രത്യേകിച്ച് ഈ കൂട്ടായിട്ടുള്ള സങ്കീർത്തന ജപം തുടങ്ങിയ കാര്യങ്ങളില് നമുക്ക് അന്നേരം ഈ ശാരീരികമായ ലക്ഷണങ്ങൾ പിന്നെ ഭക്തന്മാരില് പ്രകടമാകാറുണ്ട്. അപ്പൊ ജഗന്നാഥപുരിയിലെ ഞാൻ നേരത്തെ പറഞ്ഞ മഹാപ്രഭു എന്റെ ഈ ഭാവത്തിലുള്ള, അതായത് ഈ ഭാവം അദ്ദേഹം ചിലർക്കൊക്കെ ഇപ്പം എന്താണ് ഭക്തന്മാരായിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ കണ്ണുനീര് വരും, ചിലപ്പോൾ രോമാഞ്ചം കൊള്ളും, ചില സമയത്ത് എന്താ പറയാ തൊണ്ടയിടറും. അപ്പം പിന്നെ പക്ഷെ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഭാവങ്ങളൊക്കെ ചില സമയത്തൊക്കെ പിന്നെ ഓരോരുത്തരിലൊക്കെ പ്രകടമാകും. അതൊക്കെ ഓരോരുത്തർക്കും നമുക്ക് അനുഭവം ഉണ്ടാകും ഓരോരുത്തർക്കും. പക്ഷേ മഹാപ്രഭുവിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജഗന്നാഥപുരിയിൽ ചെന്ന് ഭഗവാനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് മഹാപ്രഭുവിൽ ഈ ലക്ഷണങ്ങളെല്ലാം, ഈ അഷ്ടലക്ഷണങ്ങളെല്ലാം ഒരേ സമയമാണ് അദ്ദേഹത്തിൽ പ്രകടമായത്. അപ്പൊ ഭക്തിയുടെ പൂർണ്ണമായി എന്തുകൊണ്ടാണ്, അപ്പം ഭക്തി ഉള്ളിലെ ആ പ്രേമത്തോടു കൂടി ഭഗവാനെ പിന്നെ എന്താ പറയാ കീർത്തനം ചെയ്യുമ്പോഴാ അല്ലെങ്കിൽ നൃത്തം ചെയ്യുമ്പോഴാ ഈ ശരീരവും മനസ്സും ഒക്കെ മറന്ന് അത് പൂർണ്ണമായും ആ ഭഗവാന്റെ ആ ഒരു എന്താ പറയാ ഭഗവാന്റെ അനുഗ്രഹം വേണം അതിന്. തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായാലേ, അല്ലെങ്കിൽ അവരവരുടെ ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടായാലേ, കാരണം നമ്മുടെ മനസ്സിന്റെ ശുദ്ധത, പരിശുദ്ധി, ഇതൊക്കെ നമ്മൾ ഹരിനാമ ജപത്തിലൂടെ എന്താണ് ആചാര്യന്മാരുടെ അനുഗ്രഹത്താൽ നമ്മൾ കരസ്ഥമാക്കുന്നതാണ്. അപ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന 8 തരത്തിലുള്ള അഷ്ടലക്ഷണങ്ങൾ എന്ന് പറയുന്നത്, ഒന്നെന്ന് പറയുന്നത് സ്തംഭ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചലനമില്ലാത്ത അവസ്ഥ. അപ്പൊ ഈ ഭക്തിയോടുകൂടി ഇപ്പം ഞാൻ പറഞ്ഞില്ലയോ, അപ്പം ഭഗവാൻ ഇങ്ങനെ ജഗന്നാഥപുരിയിലോട്ട് ചെന്ന് ഭഗവാനെ കണ്ടതും ജഗന്നാഥന്റെ അവസ്ഥ എന്താ? ജഗന്നാഥൻ എന്താ ആ രൂപത്തിലിരിക്കുന്നത്? ജഗന്നാഥൻ വൃന്ദാവനത്തിലെ തന്റെ ആദ്യത്തെ ലീലകൾ, അതായത് വൃന്ദാവനത്തിലെ ബാല്യലീലകളൊക്കെ കേട്ട് രോഹിണി മാതാവ് ഒരിക്കൽ വൃന്ദാവനത്തിൽ വന്നപ്പോഴാ എന്താ പറയാ ഈ രാജ്ഞിമാരെല്ലാവരും ഭഗവാന്റെ രാജ്ഞിമാരൊക്കെ കൂടെ പറഞ്ഞു, ഞങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഭഗവാനെ സന്തോഷിപ്പിക്കാനും അദ്ദേഹത്തെ സേവിക്കാനും ഒക്കെ, പക്ഷെ അദ്ദേഹം ഹാപ്പിയല്ല. അദ്ദേഹം എപ്പോഴും രാത്രി കിടന്ന് ഗോപി ഗോപി രാധേ രാധേ എന്നിങ്ങനെ ഉറക്കത്തിൽ കിടന്ന് വിളിക്കുക, ചിലപ്പം കരയുക, എന്താണെന്നറിയില്ല ഞങ്ങൾക്ക്. പിന്നെ അപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നത്, അപ്പൊ ഭഗവാൻ ഈ ഗോപികമാരോട് അല്ലെങ്കിൽ രാധാറാണിയോടൊക്കെ അത്രമാത്രം അതീവ പ്രേമം ഉണ്ടായിരുന്നു. അതെന്താണ് ഇങ്ങനെ, അവർക്ക് എന്താണ് പ്രത്യേകത എന്നൊക്കെ രാജ്ഞിമാര് ചോദിക്കുമ്പോഴാ, രോഹിണി ആരാന്നറിയാം, അതായത് രോഹിണി ദേവി എന്ന് പറഞ്ഞാൽ ബലരാമന്റെ അമ്മ. അപ്പൊ ഇങ്ങനെ രോഹിണി മാതാവിനോട് ചോദിക്കുമ്പോഴാണ് രോഹിണി മാതാവ് പറയും, ഇങ്ങനെ പിന്നെ കഥയൊക്കെ അടച്ചിട്. അപ്പൊ കൃഷ്ണനും ബലരാമനും എവിടെയോ പോയിരിക്കുകയാണ്. കഥയൊക്കെ അടച്ചിട്, എന്നിട്ട് സുഭദ്രാമയ്യെ ഇങ്ങനെ ഡോർ കീപ്പറായിട്ട് അവിടെ പുറത്ത് നിർത്തി, ആരെങ്കിലും വരുന്നെങ്കിൽ അവരെ തടയാനായിട്ട്. അപ്പൊ കഥവെല്ലാം അടച്ചിട്ട് ഇങ്ങനെ രാജ്ഞിമാരോട് വൃന്ദാവനത്തിന്റെ ലീലകൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് കേട്ട് ഈ എന്താ സുഭദ്രാമയ്യയുടെ സ്വബോധം നഷ്ടപ്പെട്ടു. ആ സമയത്ത് കൃഷ്ണനും ബലരാമനും കൂടെ കയറി വന്നു. അപ്പൊ അവർക്കറിയാം ഇവിടെ ഈ കഥ നടക്കുന്ന കാര്യം, അവർക്കും കേൾക്കണം. അപ്പൊ അവരും വന്നത്, ഈ സുഭദ്രാമയ്യ അറിഞ്ഞില്ല. സുഭദ്രാമതി ഇങ്ങനെ 2 കൈയും നീട്ടി ഇങ്ങനെ ആരെയും കടത്തി വിടാതെ ഇങ്ങനെ 2 കൈയും നീട്ടി അവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഭഗവാൻ ബലരാമനും കൂടെ വരുമ്പോഴ് ഈ കഥ എല്ലാം കേൾക്കണം. അപ്പൊ കേട്ട് അതാണ് ജഗന്നാഥന്റെ രൂപം. കൈകൾ രണ്ടും ചുരുങ്ങി, കാലുകൾ ചുരുങ്ങി, പിന്നെ അതുപോലെ കണ്ണൊക്കെ വലിയ കണ്ണുകളായി, പുരിയവേ ഇല്ല, അതുപോലെ കണ്ണൊക്കെ വൈഡായി തുറന്നിട്ട്, പിന്നെ ചുണ്ടുകൾ രണ്ടും ഒത്തിരി വൈഡായി. അപ്പൊ ഇതൊക്കെ ആ ഭാവം, അതാണ് സാത്വിക ഭാവം. അപ്പൊ ആ ഒരു ഭാവത്തിൽ വന്നിട്ട്, അപ്പം എന്താണ് സുഭദ്രാമയ്യൊക്കെ അങ്ങ് ചുരുങ്ങി കൂർമ്മം, അതാണ് കൂർമ്മം. ഈവൻ ചൈതന്യ മഹാപ്രഭു ആ ഭാവം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കൂർമ്മ ചൈതന്യ എന്ന് അദ്ദേഹം അങ്ങനെ അറിയപ്പെടുന്നുണ്ട് മഹാപ്രഭുവിന്റെ ലീലയില്. അപ്പൊ ഇതൊക്കെയാണ് ആ ഒരു, അതായത് സ്തംഭം. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ കഴിഞ്ഞാല് ചലനമില്ലാത്ത അവസ്ഥ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മഹാപ്രഭു ഭഗവാൻ ജഗന്നാഥനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ചലനം അറ്റുപോയി. ആ ഉള്ളിലെ ആ പ്രേമം ഭാവം അത് വന്നപ്പോഴത്തേക്ക് അദ്ദേഹം നിശ്ചലമായി അവിടെ നിന്നുപോയി. അതാണ് സ്തംഭം എന്ന് പറയുന്നത്. തീവ്രമായ വികാരമാണ്, അഥവാ അഗാധമായ വിരഹ വേദനയുടെ ഭാവം, അതാണ് സ്തംഭം. അപ്പൊ അങ്ങനെ നിശ്ചലമായി അദ്ദേഹം നിന്നു. അതാണ് സ്തംഭം എന്ന് പറയുന്ന ഒരു വികാരം. രണ്ടാമത്തത് ശ്വേത. ഈ സാത്വിക ലക്ഷണങ്ങളിൽ ഒന്നാമത്തെ സ്തംഭ
രണ്ടാമത്തത് സ്വേദ. സ്വേദ എന്ന് വെച്ചാൽ എന്താണ്? വിയർക്കുക. ആത്മീയ ആവേശം കൊണ്ട് ദേഹം കഠിനമായി വിയർക്കും. അപ്പം എന്താ പറയാ, ഇങ്ങനെ എന്താ പറയാ, ഭഗവാനെ അങ്ങോട്ട് കണ്ടപ്പോഴത്തേക്ക് ദേഹമൊക്കെ അങ്ങോട്ട് വിയർത്തി. ഈ ലക്ഷണങ്ങളെല്ലാം ഒരേപോലെ. ചിലർക്ക് എന്താ പറയാ, എന്തെങ്കിലും ചെറിയ കാര്യങ്ങളായിരിക്കും അവരിൽ പ്രകടമാകുന്നത്. പക്ഷെ ഇത് മഹാപ്രഭുവാണ് ഇതിന്റെ എല്ലാം എന്താ പറയാ, അൾട്ടിമേറ്റ്, ആത്യന്തികമായിട്ടുള്ള ഈ ഭാവങ്ങള് എല്ലാം കാഴ്ചവെച്ചത് മഹാപ്രഭുവാണ്. അപ്പം രണ്ടാമത്തത് സ്വേദ, കഠിനമായി ശരീരം വിയർക്കുക ആത്മീയ ആവേശത്താൽ. മൂന്നാമത്തത് രോമാഞ്ചം. അതാണ് നമ്മൾ പറയുന്നത് രോമാഞ്ച കമ്പാശ്രു. രോമാഞ്ചം എന്ന് വെച്ചാൽ എന്താണ്? പുളകിതമാകുക, ശരീരത്തിലെ രോമങ്ങളെല്ലാം എഴുന്നു വരിക. അപ്പൊ അത് അതീന്ദ്രിയ ആനന്ദത്താലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്, പുളകിതമാകുന്നതും ശരീരത്തിൽ രോമം എഴുന്നു നിൽക്കുന്നതും. ഇപ്പം എന്താ പറയാ, അർജുനൻ കൃഷ്ണനോട് പറയുന്നുണ്ട്, എനിക്ക് വേപതു വേപതു ശരീരേമേ എന്ന് പറഞ്ഞൊരു ശ്ലോകമുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട്, എൻ്റെ ദേഹമൊക്കെ പിന്നെ രോമാഞ്ചം കൊള്ളുന്നു കൃഷ്ണ. അവിടെ ആനന്ദവും ഉണ്ട്, പക്ഷേ ഭഗവാൻ അടുത്ത് നിപ്പുണ്ട്. പക്ഷെ എന്നാലും ഇത് ഭഗവാനാണെന്ന് മനസ്സിലാക്കുന്നില്ല. അദ്ദേഹത്തിന് അപ്പോൾ സംഭവിച്ചത് എന്താണ്? അദ്ദേഹത്തിന് എന്താ പറയാ, ഉള്ളിലെ ആ ഒരു ഭയം, ഇവരെല്ലാം വധിക്കണമല്ലോ എന്നുള്ള ആ ഭയം. അപ്പൊ അവിടെ അദ്ദേഹത്തിന് അങ്ങനെ അർജുനൻ ആ ഒരു ഭാവം അവിടെ പ്രകടമാകുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതെന്ന് വെച്ചാൽ ആക്ച്വലി സംഭവിക്കുന്നത് അതീന്ദ്രിയമായ ആനന്ദം സംഭവിക്കുമ്പോഴാണ്. പിന്നെ സ്വരഭേദം വരും, വാക്കുകൾ മുറിഞ്ഞു പോകും, സംസാരിക്കാനാവാതെ കണ്ഠമിടറി. അപ്പം നമ്മള് ശിഷ്ടാഷ്ടകത്തിനകത്ത് ഭഗവാൻ പറയുന്നുണ്ട്, ഭഗവാനെ എപ്പോഴാണ് എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി വരുന്നത്, എപ്പോഴാണ് എൻ്റെ പിന്നെ കണ്ഠം ഗദ്ഗതം ഉണ്ടാകുന്നത്, എൻ്റെ കണ്ഠത്തിൽ ഗദ്ഗതം ഉണ്ടാകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഭഗവാന്റെ തിരുനാമം ജപിക്കവേ. അപ്പൊ അങ്ങനെ മഹാപ്രഭു ശിഷ്ടാഷ്ടകത്തിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ അതേപോലെ ഇവിടെ എന്താ, വാക്കുകൾ മുറിഞ്ഞു പോകും, സംസാരിക്കുമ്പോൾ എന്ത് പറയണമെന്നറിയില്ല. അതേപോലെ ഇപ്പൊ തന്നെ നമുക്ക് അറിയാം, നമ്മളിപ്പോ ഗുരുമഹാരാജിന്റെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ എന്തെങ്കിലും ചോദിച്ചാൽ നമുക്കൊന്നും പറയാനൊക്കത്തില്ല. ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ ഉണ്ട് കേട്ടോ. ഒന്നും നമുക്ക് സംസാരിക്കാൻ പറ്റാതെ വരും. ചില സമയത്ത് അദ്ദേഹത്തെ കാണുമ്പോൾ കൂടുതൽ നമുക്ക് സന്തോഷവും, പിന്നെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. സംസാരിക്കാനാവാതെ കണ്ഠമിടറിപ്പോകും, ഗദ്ഗതം ഉണ്ടാകും. പിന്നെ അഞ്ചാമത്തത്, അപ്പൊ ആദ്യത്തത് സ്തംഭം, രണ്ടാമത്തത് സ്വേദ, മൂന്നാമത്തത് രോമാഞ്ചം, നാലാമത്തത് സ്വരഭേദം. 5 വേപതു. വേപതു എന്ന് വെച്ചാൽ എന്താ അർത്ഥം? വിറയ്ക്കുക, ശരീരം വിറയ്ക്കും. കൂടുതൽ സമയത്തേക്ക് ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കും ശരീരം. പിന്നെ അതൊക്കെ ഈ അതീന്ദ്രിയ ആനന്ദത്തിന്റെ ലക്ഷണമാണ്, അഷ്ടസാത്വിക ലക്ഷണങ്ങൾ. പിന്നെ വൈവർണ്യ. വൈവർണ്യ എന്ന് വെച്ചാൽ ശരീരത്തിന് കളർ മാറ്റം സംഭവിക്കും. ഇപ്പൊ ചിലപ്പം വിളറി വെളുത്തിരിക്കും. അപ്പൊ മഹാപ്രഭു ഇതെല്ലാം ഓരോ സന്ദർഭങ്ങളിലും ഇതെല്ലാം കാഴ്ചവെച്ച ആളാണ്. അപ്പൊ ഇങ്ങനെ ശരീരമൊക്കെ വിളറും. പിന്നെ അതേപോലെ തന്നെ ചിലപ്പം റോസ് നിറമാവും, പിങ്കിഷ് കളർ വരും ശരീരത്തിന്. അഗാധമായ ആന്തരിക വികാരത്തിന്റെ സൂചനയാണ്. അതായത് ആന്തരിക വികാരം എന്ന് വെച്ചാൽ എന്താ, ഭഗവാനോടുള്ള സ്നേഹം. ഈവൻ രാധാറാണി ആയാലും ഭഗവാന്റെ അടുത്ത് ചെല്ലുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പിന്നെ എന്താ പറയാ അവസ്ഥ, അതൊക്കെ ഈ ഭക്തിരസാമൃത സിന്ധുവിനകത്ത് വിവരിച്ചിട്ടുണ്ട്. ഭക്തിരസാമൃത സിന്ധു വായിച്ചിട്ടുള്ളവർക്കറിയാം, അതിനകത്ത് കുറേ വിവരണങ്ങൾ ഇങ്ങനെ ഇതെല്ലാമാണ്. ആക്ച്വലി ഭക്തിരസാമൃത സിന്ധു എന്ന് വെച്ചാൽ അത് എന്താണ്, ഭക്തിയുടെ സാഗരമാണ്. ആ ബുക്ക് വായിക്കുമ്പോൾ അറിയാം രാധാറാണിയും കൃഷ്ണനും തമ്മിലുള്ള സ്നേഹം, ബന്ധം, ഭഗവാനെ കാണുമ്പോൾ രാധാറാണിക്ക് ഉണ്ടാകുന്ന വികാരങ്ങള്, പിന്നെ അതുപോലെ അവര് സംസാരിക്കുമ്പോഴ, അവര് തമ്മിൽ വഴക്കിടുമ്പോൾ, എപ്പോഴും വഴക്കിടുമ്പോഴാ, പിന്നെ അതേപോലെ തന്നെ എപ്പോഴും ആ ഒരു ഭാവം, ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഭാവമാറ്റങ്ങൾ, അതെല്ലാം നമുക്ക് ആ ഭക്തിരസാമൃത സിന്ധുവിലൂടെ കാണാൻ പറ്റും. ഇപ്പൊ വൈവർണ്യം എന്ന് പറയുന്നത് അതാണ്. ചിലപ്പോൾ വിളറി വെളുത്തിരിക്കും, ചിലപ്പോൾ പിങ്കിഷ് നിറമാകും. അത് അഗാധമായിട്ടുള്ള ആന്തരിക വികാരത്തിന്റെ ലക്ഷണങ്ങളാണ് ഇതെല്ലാം. പിന്നെ അശ്രു. എന്താണ് അശ്രു എന്ന് വെച്ചാൽ കണ്ണുനീര് വരും. അപ്പം രോമാഞ്ച കമ്പ അശ്രു. അപ്പൊ അശ്രു എന്ന് വെച്ചാൽ എന്താ, കണ്ണുനീര്. ഇങ്ങനെ പിന്നെ ഭഗവാൻ, അതാണ് മഹാപ്രഭു ശിഷ്ടാഷ്ടകത്തിൽ ചോദിക്കുന്നത്, എപ്പോഴാണ് കൃഷ്ണ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി വരുന്നത്. അപ്പൊ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകണം നമ്മൾ നാമം ജപിക്കുമ്പോഴ. അങ്ങനെയാണ് പറയുന്നത്. ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോഴാ, ഭഗവാനെ കാണുമ്പോഴാ, ഭഗവാന്റെ മൂർത്തിയെ കാണുമ്പം. നമ്മൾ ഒരിക്കലും ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് പോയി ഭഗവാന്റെ മുന്നിൽ നിന്ന് കരയാൻ പാടില്ല. കാണാന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവാൻ എന്ന് പറയുന്നത് അദ്ദേഹം എത്രയോ ഉയരത്തിയിരിക്കുന്ന ആളാണ്. ചില ആൾക്കാര് പോയി ഭക്തി ഉണ്ടാകുമ്പോഴാ നമുക്ക് ഭഗവാന്റെ മുന്നിൽ പോയി നിന്ന് കരയാം.
സ്നേഹത്തോടെ ഭക്തിയോടെ ഭഗവാനെ, അങ്ങയുടെ ഈ മൂർത്തി, അങ്ങയുടെ ആ കാരുണ്യം കൊണ്ട് എനിക്ക് ഇത് അങ്ങയെ എൻ്റെ കണ്ണുകൾ കൊണ്ട് ദർശിക്കാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ എന്ന് ചിന്തിച്ച് നമ്മൾക്ക് കണ്ണുനീര് വരാം. ഭഗവാനെ കാണുമ്പോഴുള്ള ആ ആനന്ദത്താൽ, ആ സന്തോഷത്താൽ. ഇപ്പൊ തന്നെ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ ഒരുപാട് ഭക്തന്മാര് കരയുന്ന കണ്ടിട്ടുണ്ട്. അവിടെ ചെന്നു, കാരണം ഇത്രയും നേരം ക്യൂ നിന്ന് നാമം ജപിച്ച് അവരുടെ ഭക്തി, ഭഗവാനെ ഒരു നിമിഷമായിരിക്കും കാണാൻ നമുക്ക് കിട്ടുന്നത്. ആ ഒരു നിമിഷം കാണുമ്പോൾ അവരുടെ ഹൃദയം നിറഞ്ഞൊഴുകും, ഭക്തി ആർദ്രമാകും ഹൃദയം. ഹൃദയം എന്ന് പറയുന്ന സാധാരണഗതിയിലെ ഭൗതിക ലോകത്ത് എല്ലാവരുടെയും ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ ആചാര്യന്മാര് പറയുന്നുണ്ട്, അതായത് എന്താ കല്ല് പോലെയാണ്, അതായത് എന്താ സ്റ്റീല് പോലെയാണെന്നാ പറയുന്നത്. അത്ര ഹാർഡാണ് മനസ്സ്. അപ്പൊ നമുക്ക് ആ ഹൃദയം എന്താണ്, ഇത്രയും കഠിനമായിട്ടുള്ള ഹൃദയമുള്ള നമ്മള് ഭഗവാന്റെ മുന്നിൽ എങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ കിട്ടുന്നത്? അതായത് അറ്റ്ലീസ്റ്റ് നാമം ജപിക്കുമ്പോ ഒരു തുള്ളി കണ്ണുനീര്, ഭഗവാനോടുള്ള പ്രേമത്തിന്റെ, സ്നേഹത്തിന്റെ ഭഗവാൻ നമ്മളേക്ക് ഇതൊക്കെ അനുവദിക്കുന്നുണ്ട്. നമുക്കിതിനൊന്നും യോഗ്യതയില്ലാത്തവരാണ്, അല്ലെ? ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടാണ്. അപ്പൊ ഗുരുവിനെ കാണുമ്പോഴ അതേപോലെ പിന്നെന്താ, ഭഗവാനെ കാണുക എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഭഗവാന്റെ നാമം, രൂപം, ലീല, ഗുണങ്ങൾ, അതുപോലെ പാർഷദര്, അതേപോലെ അദ്ദേഹത്തിന്റെ സാമഗ്രികൾ, ഇതൊക്കെ എല്ലാം ഭഗവാന് തന്നെ തുല്യമാണ്. നാമചിന്താമണി കൃഷ്ണ ചൈതന്യ രസവിഗ്രഹ. അതായത് ഭഗവാന്റെ ഈ നാമചിന്താമണി, ഭഗവാന്റെ നാമം എന്ന് പറയുന്നത് അത് എല്ലാ രസങ്ങളുടെയും നിറക്കൂട്ടാണ്. അപ്പൊ ഈ രസങ്ങളെല്ലാം കൂടെ ചേരുന്നതും, അതും ഭഗവാന്റെ രൂപവും നാമവും ഗുണവും ലീലകളെല്ലാം ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിലുണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോഴാ, അല്ലെങ്കിൽ അത് ചെയ്യുമ്പോഴ, അല്ലെങ്കിൽ അത് നമ്മള് എന്താ പറയാ ജപിക്കുമ്പോൾ ഭഗവാനുമായിട്ട് നമ്മൾക്കപ്പോ ആ ഒരു ബന്ധം നമുക്ക് സ്ഥാപിക്കുമ്പോഴാ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വരണം എന്നാണ് ആചാര്യന്മാര് പറയുന്നത്. നമ്മളൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് അത്രയും ആ എന്താ പറഞ്ഞ ആ ഭാവം നമുക്ക് വന്നിട്ടില്ലാത്തത് കൊണ്ടാണ് നമുക്ക് നാമം ജപിക്കുമ്പോൾ കണ്ണുനീർ വരാത്തത്. അല്ലെങ്കിൽ നമുക്ക് ഭഗവാന്റെ മുന്നിൽ ചെല്ലുമ്പോൾ, ഭഗവാന്റെ മൂർത്തി കാണുമ്പോൾ നമുക്ക് കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നില്ലെങ്കിൽ നമുക്ക് അത്രയും ഭക്തിയുടെ ഭാവം വന്നില്ല എന്നാണ്. ഇപ്പൊ നാമജപ സമയത്തോ ധ്യാന സമയത്തോ ഇടതടവില്ലാതെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പ്രവഹിക്കുക, അതായത് ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട്, നിർവിഘ്നമായിട്ട് ഇങ്ങനെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് പ്രവഹിച്ചുകൊണ്ടേയിരിക്കും. അതാണ് അശ്രു അഥവാ കണ്ണുനീർ. ഇനി അടുത്ത എട്ടാമത്തെന്ന് വെച്ചാൽ പ്രളയം. പ്രളയം എന്ന് വെച്ചാൽ എന്താ, അതായത് ഡീവാസ്റ്റേഷൻ എന്ന് പറയും. നമ്മളിപ്പം പറയില്ലേ, കംപ്ലീറ്റ് ഡീവാസ്റ്റേഷൻ അഥവാ പ്രളയം എന്ന് പറയും. അതിൽ എന്താണ് അതെങ്ങനെ പറയുന്നത് വെച്ചാൽ, അതീന്ദ്രിയമായിട്ട് ഈ ശരീരത്തിന് ബോധക്ഷയം സംഭവിക്കുക, താഴെ വീഴും, ബോധക്ഷയം ഉണ്ടാകും, അവബോധം നഷ്ടപ്പെടും. ഇപ്പൊ ഭൗതിക ലോകത്താണ് ഞാൻ എന്നുള്ള ഒരു ഭാവം. ഇപ്പൊ നമുക്കെപ്പോഴും ശാരീരികമായിട്ടുള്ള ബോധമാണ്, അല്ലേ? അതാണ് നമുക്ക് എപ്പോഴും പിന്നെ കൃഷ്ണൻ അതാണ് അർജുനോട് പറയുന്നത്, അർജുന നീ ഇപ്പോഴും ശാരീരികമായ അവബോധത്തിൽ, ഞാൻ എന്റേത് എന്നുള്ള ഭാവത്തിലാണ് നീ ഇപ്പോഴും സംസാരിക്കുന്നത്. ഇത് ആര്യന്മാർക്ക് ചേർന്നതല്ല, അഥവാ ഭക്തന്മാർക്ക് ചേർന്നതല്ല. ഭക്തി അഥവാ ഭാവം എന്നൊക്കെ പറയുമ്പോൾ അത് തീവ്രമായ എന്താ പറയാ മാനസിക വിക്ഷോഭമാണ്. വിക്ഷോഭം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതീന്ദ്രിയമായിട്ടുള്ള വിക്ഷോഭം. അപ്പോഴാണ് എന്താണ്, അപ്പം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മഹാപ്രഭു ജഗന്നാഥനെ കണ്ടപ്പോഴത്തേക്ക് രാധാറാണിയും ജഗന്നാഥുമാണ് അവിടെ, അല്ലേ? അപ്പൊ അപ്പോഴത്തേക്ക് ബോധക്ഷയം ഉണ്ടായി. അതാണ് ഏറ്റവും അവസാനത്തെ, അതിനാണ് അതീന്ദ്രിയമായ ബോധക്ഷയം സംഭവിച്ചത്. അപ്പൊ അങ്ങനെ ഭൗതിക ലോകത്താണെന്ന ബോധനഷ്ടം ഈ മഹാപ്രഭുവിന് എപ്പോഴും ഇങ്ങനെയാണ്. ഭഗവാനെ കൃഷ്ണനെ കാണും എപ്പോഴും. അപ്പൊ എന്നിട്ട് കൃഷ്ണൻ പെട്ടെന്ന് അവിടുന്ന് പോകും. അപ്പോഴത്തേക്കും പെട്ടെന്ന് ശരീരം ബോധക്ഷയം സംഭവിക്കും ശരീരത്തിന്. അപ്പൊ ഇതൊക്കെ എന്താ പറയാ, ഈ ഭൗതിക ലോകത്താണ് ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആത്മാവാണ്, എനിക്ക് ആകെ ബന്ധം ഭഗവാനോട് മാത്രമാണ് എന്നുള്ള ആ ഒരു ഉന്നതമായിട്ടുള്ള, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ ഒരു അവബോധത്തിലേക്ക്, ആ ഒരു പ്രേമഭാവത്തിലേക്ക് വരുമ്പോഴാണ് ഇതെല്ലാം ആചാര്യന്മാർക്കും സംഭവിക്കുന്നതാണ്. ഇപ്പൊ അവർക്കെല്ലാം അവരെപ്പോഴും ഈവൻ അവര് ചില സമയത്ത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും, ഇത് നമ്മുടെ മുന്നിലൊക്കെ ഇരിക്കുമ്പോഴും കുറേ നേരം മിണ്ടാതെ കണ്ണുമടച്ചിരിക്കും. അപ്പൊ നമ്മളിപ്പോ ഓർക്കുന്നത് ഗുരുമഹാരാജ് ഉറങ്ങുകയാണോ, ക്ഷീണം കൊണ്ടായിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കും.
അപ്പൊ അദ്ദേഹം കുറെ കഴിഞ്ഞ് പറയും ഞാൻ സമാധിയിലായിരുന്നു. കാരണം ധ്യാനം, സമാധി എന്ന് വെച്ചാൽ എന്താണ്? ഭഗവാനുമായിട്ട് എപ്പോഴും അവർക്ക് കണക്ഷൻ ഉണ്ട്. കാരണം നമ്മളെ കണക്ട് ചെയ്യാൻ വേണ്ടി അവരെ ഭൗതിക ലോകത്തിലേക്ക് ഭഗവാൻ അയച്ചതാണ്, അല്ലേ? അപ്പൊ എപ്പോഴും അവര് ഭഗവാനുമായിട്ട് ഇങ്ങനെ റെസിപ്രിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് അതാണ് കീർത്തനം ചെയ്യുമ്പോഴും നൃത്തം ചെയ്യുമ്പോഴും ഒക്കെ അവരിലും ഈ പറഞ്ഞിട്ടുള്ള ഭാവങ്ങൾ ഭഗവാൻ. അതേപോലെ മഹാപ്രഭു ഈ കാഴ്ചവെച്ചതെല്ലാം എന്താണ്? അദ്ദേഹം രാധാഭാവമാണ്, പക്ഷെ എന്നാലും അദ്ദേഹം ഭക്തനാണ്, അല്ലെ? ഗുരുവാണ്, പണ്ഡിതനാണ്. ആ ഒരു ഭാവത്തിലും അതോടൊപ്പം തന്നെ രാധാഭാവത്തിലാണ് എപ്പോഴും അദ്ദേഹത്തിന്റെ ഹൃദയം. അദ്ദേഹം ഭഗവാന്റെ മുന്നിൽ രാധാഭാവത്തിലാണ് എപ്പോഴും പ്രകടമാകുന്നത്. അപ്പൊ ഇതാണ് ബോധം, ഭൗതിക ലോകത്താണെന്ന ബോധം നഷ്ടപ്പെട്ടിട്ട് എപ്പോഴും എന്താ പറയാ, ഭഗവാനെ കാണുന്ന നിമിഷത്തിൽ അല്ലെങ്കിൽ ഭഗവാന്റെ വേർപാട് അനുഭവിക്കുന്ന നിമിഷത്തില് അതാണ്, ഭഗവാനെ അങ്ങയുടെ വേർപാട് അനുഭവിക്കവേ എൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നു. അതൊക്കെയാണ് വിരഹവേദനയുടെ ലക്ഷണം. പിന്നെ അപ്പൊ ഇതൊക്കെ പ്രകടമാകുന്ന സന്ദർഭങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ കീർത്തനം, നൃത്തം തുടങ്ങിയവ ചെയ്യുമ്പോഴാണ് അദ്ദേഹം ശരീരത്തില് ഈ പറഞ്ഞിട്ടുള്ള അഷ്ടസാത്വിക ഭാവങ്ങളെല്ലാം ഒരേ സമയം പ്രകടമാകും. അതായത് ഒരേ സമയം ഇതാ ഞാൻ അത് മറ്റുള്ളവരിലൊക്കെ ഇപ്പൊ ആചാര്യന്മാരിൽ അതാണ് രോമാഞ്ചം, കമ്പ, അശ്രു. അപ്പൊ ഇത് മൂന്ന് കാര്യങ്ങളും അതീന്ദ്രിയമായിട്ടുള്ള ഈ മൂന്ന് കാര്യങ്ങളും ആചാര്യന്മാരിൽ നമുക്ക് പ്രകടമായിട്ട് കാണാൻ പറ്റും. പക്ഷെ മഹാപ്രഭു എന്ന് പറയുന്നത് അദ്ദേഹത്തിലെ ഈ സാത്വിക ഭാവങ്ങള് എല്ലാം ഒരേ സമയമാണ് പ്രകടമായത്. അദ്ദേഹം ഇപ്പം ജഗന്നാഥപുരിയിൽ ചെല്ലുന്ന ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഇതാണ് വൈകാരിക വിക്ഷോഭം. നമ്മുടെ നാട്ടിലൊക്കെ വൈകാരിക വിക്ഷോഭം എന്ന് പറഞ്ഞാൽ എന്താണ്? ആൾക്കാർ മറ്റുള്ളവരോടുള്ള ശത്രുത, അല്ലെങ്കിൽ എന്താ പറയാ, ദേഷ്യം, ക്രോധം, ഇതൊക്കെ കൂടുന്ന സമയത്താണ് ഈ വൈകാരിക വിക്ഷോഭം ഉണ്ടാകുന്നത്. പക്ഷെ ഇവിടെ ഭഗവാനോടുള്ള സ്നേഹത്തിന്റെ, അതീന്ദ്രിയ പ്രേമത്തിന്റെ ഉത്കടമായിട്ടുള്ള ആ ഭാവത്തിനെയാണ് ഇവിടെ ആ വൈകാരിക വിക്ഷോഭം എന്ന് പറയുന്നത്. അപ്പൊ ഈ സാത്വിക ഭാവങ്ങളെല്ലാം ഒരേ സമയം ശ്രീ ചൈതന്യ മഹാപ്രഭുവിൽ പ്രകടമായിരുന്നു. അപ്പം ഈ എന്താന്ന് പറയാ, നമ്മുടെ ചൈതന്യ ചരിതാമൃതത്തില് മഹാപ്രഭു ഇങ്ങനെ പല സ്ഥലങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. അപ്പൊ ഓരോ അമ്പലങ്ങളിലും ഒക്കെ അദ്ദേഹം ചെല്ലുമ്പോൾ അവിടൊക്കെ ഭഗവാന്റെ, കൃഷ്ണന്റെ പിന്നെ ഈ വിഗ്രഹം കാണുമ്പോഴാണ് അവിടെ കിടന്ന് അദ്ദേഹം നൃത്തം ചെയ്യും, കീർത്തനം ചെയ്യുകയും ചില സമയത്ത് ബോധരഹിതനാവുകയൊക്കെ ചെയ്യും. അപ്പോഴാ ചില ആൾക്കാർ വിചാരിക്കും ഇതെന്താണ് ഇങ്ങനെ. ഇപ്പം ഞാൻ ഇന്നലെ ഒരു ക്ലാസ് എടുത്തു, അതിനകത്ത് മാധവാചാര്യരെ കുറിച്ച് പറയുന്നു. ഈ മാധവാചാര്യര് നമ്മുടെ വൈഷ്ണവ സമ്പ്രദായത്തിലെ ആചാര്യനാണ്. അപ്പൊ അദ്ദേഹം ആക്ച്വലി അവരെ തത്വവാദികൾ എന്നാണ് പറയുന്നത്. ശുദ്ധ ദൈതവാദികൾ എന്നാണ് അവരെ അറിയപ്പെടുന്നത്. അപ്പൊ അവര് ആക്ച്വലി ഭഗവാൻ പരമാത്മാവും ജീവാത്മാവും ഒരു ശരീരത്തിൽ കുടികൊള്ളുന്നു. നമ്മുടെ ആ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിന്റെ അതേ തന്നെ ഇതാണ്. പക്ഷെ എന്നാലും മഹാപ്രഭു ഉടുപ്പി ചെല്ലുന്ന സമയത്ത്, അപ്പൊ അവിടെ ചെല്ലുമ്പം ഗോപാല വിഗ്രഹം കണ്ടു, അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം ഉണ്ടായി. അദ്ദേഹം നൃത്തം ചെയ്തു, കീർത്തനം പാടി. അപ്പൊ അവിടെ ഉള്ള ആൾക്കാർ ആദ്യം കണ്ടപ്പം വിചാരിച്ചു ഇദ്ദേഹം ഒരു മായാവാദി സന്യാസിയാണല്ലോ എന്ന് അവിടുത്തെ ആൾക്കാർ വിചാരിച്ചു. അവരൊക്കെ വലിയ വൈഷ്ണവരാണെന്നുള്ള ആ ഒരു അഭിമാനം ഉള്ള ആൾക്കാരാണ്. അപ്പൊ മഹാപ്രഭു ഇങ്ങനെ അവിടെ ചെന്നിട്ട് ഇവരോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല, എങ്ങനെയാണ് നമ്മുടെ അപ്പൊ കാരണം അദ്ദേഹത്തിന്റെ ആ വിനയം കൊണ്ട് പിന്നെ അദ്ദേഹം ഇങ്ങനെ എല്ലാവരോടും അങ്ങനെയാണ് സംസാരിക്കുന്നത്. കാരണം ഒന്നും അറിയില്ല, ഞാനൊരു വിഡ്ഢിയാണ്. സാർവഭൗമ ഭട്ടാചാര്യരോടും ഒക്കെ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് വേദങ്ങൾ അറിയില്ല, വേദങ്ങൾ കേട്ടാൽ മനസ്സിലാകത്തില്ല, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ നൃത്തം ചെയ്യുന്നതും കീർത്തനം ചെയ്യുന്നതും ഒക്കെ. അപ്പൊ അവരോട് ചോദിക്കും, എനിക്കിതൊന്നും അറിയില്ല, പറഞ്ഞുതരാൻ പറയുമ്പോൾ ആചാര്യൻ പറയുന്നത് എന്താ, വർണ്ണാശ്രമ വ്യവസ്ഥ അനുസരിച്ചാണ് പിന്നെ ഇങ്ങനെ ഒരു നമ്മള് എന്താ 5 തരത്തിലുള്ള മോക്ഷപ്രാപ്തി, വൈകുണ്ഠ ലോകത്തിലേക്ക് പോവുക എന്നൊക്കെ പറയാം. അപ്പോഴാണ് ഭഗവാൻ പറയുന്നത് നമ്മള് പ്രേമഭാവത്തോടുകൂടി നമ്മൾ എന്താ 9 തരത്തിലുള്ള ശ്രവണ, കീർത്തന, സ്മരണ, വന്ദന, പാദസേവന, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു 9 നവവിധ ഭക്തിയിൽ കൂടി പ്രേമം വളർത്തിയെടുത്ത് ഭഗവാനെ സ്നേഹിച്ച് ഭക്തിയുടെ സേവനം ചെയ്യുമ്പോഴാണ് നമ്മൾ ഏറ്റവും പരമമായിട്ടുള്ള ആ ഒരു അവസ്ഥയിലേക്ക് വരുന്നത് എന്ന് മഹാപ്രഭു അവരോട് പറയുന്നുണ്ട്. അപ്പം അതാണ്. അപ്പൊ എവിടെയും ഏതൊരു സാഹചര്യത്തിലും നമ്മള് ഭഗവത് ഭക്തി, ഇപ്പം വർണ്ണാശ്രമ വ്യവസ്ഥ
എന്നൊക്കെ പറയുന്നത് അതൊരു ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആകുന്നതേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ 4 വർണ്ണങ്ങളും 4 ആശ്രമങ്ങളും, പിന്നെ അതുപോലെ ധർമാർത്ഥ കാമ മോക്ഷം. അപ്പൊ ഇതിനകത്തൊക്കെ എത്രയോ ഉപരിയാണ്. മഹാപ്രഭുവും രാമാനന്ദരായരും തമ്മിൽ ഒരു സംവാദമുണ്ട്. അപ്പൊ അതിനകത്ത് മഹാപ്രഭു ചോദിക്കുമ്പോൾ, അതായത് എങ്ങനെയാണ് ഈശ്വര സാക്ഷാത്കാരത്തിലുള്ള പടികളൊക്കെ ചോദിക്കുക, എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങളെന്ന് രാമാനന്ദരായരെ കൊണ്ട് പറയിക്കും. രാമാനന്ദരായരെന്ന് പറയുന്നത്, നിങ്ങൾ ചൈതന്യ ചരിതാമൃതമൊക്കെ കേൾക്കുന്നവർക്ക് അറിയായിരിക്കും, രാമാനന്ദരായരെന്ന് പറഞ്ഞ ആക്ച്വലി രാധാറാണിയുടെ സഖിയായിട്ടുള്ള വിശാഖാദേവിയാണ്. അപ്പൊ രാമാനന്ദരായര് ഈ എന്താ പറയാ, ഒരു സാധാരണ ശൂദ്ര കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പൊ മഹാപ്രഭു പിന്നെ എന്താ ദക്ഷിണേന്ത്യ സന്ദർശിക്കുന്ന സമയത്ത് സാർവഭൗമ ഭട്ടാചാര്യ പറഞ്ഞു വിടും, ഇങ്ങനെ അങ്ങ് പോകുന്ന ഉടനെ ഇങ്ങനെ ഒരു പിന്നെ ആള് വരും, രാമാനന്ദരായർ. അദ്ദേഹം അവിടുത്തെ മിനിസ്ട്രിയിലെ ആളാണ്, മിനിസ്ട്രി വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് കാണണം, അദ്ദേഹത്തിൽ നിന്ന് അങ്ങേക്ക് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാൻ പറ്റും കാരണം ഇവര് തമ്മിൽ സന്ധിക്കണമല്ലോ. കാരണം ഇത് രാധാറാണി തന്നെയാണ്, ഭഗവാനും രാധാറാണിയും തന്നെയാണ് ചൈതന്യ മഹാപ്രഭു. അപ്പൊ വിശാഖാദേവി അതാണ് രാമാനന്ദരായ. അപ്പൊ രാമാനന്ദരായരോട് ഭഗവാൻ സംസാരിക്കും, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹവും തുടങ്ങുന്ന വർണ്ണാശ്രമ വ്യവസ്ഥയെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. പിന്നെ മഹാപ്രഭു ഇനിയും പറയൂ അങ്ങനെ പറഞ്ഞ് അവസാനം ഗോപികമാരുടെ സ്നേഹം, ഗോപികമാരുടെ ഭാവം, അതായത് രമ്യ കശ്ചിത് ഉപാസന വ്രജവധു, അവരുടെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിച്ച് അവസാനം അതിലും ഉത്കൃഷ്ടമായ സ്നേഹം എന്താണ്, അതാണ് രാധാറാണിക്ക് കൃഷ്ണനോടുള്ള ഭാവം, സ്നേഹം എന്നൊക്കെ പറയുന്നത്. അപ്പം മഹാപ്രഭു ആക്ച്വലി നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിച്ചത് രാധാകൃഷ്ണ പ്രേമത്തിന്റെ ആ ഭാവം എങ്ങനെ കൈവരിക്കാം, അത് നാമജപത്തിലൂടെ മാത്രം, ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിലൂടെ. അങ്ങനെയാണ് നമുക്ക് ആചാര്യന്മാര്, നമ്മുടെ ഗുരുക്കന്മാര്, അതായത് മഹാജനങ്ങളൊക്കെ നമുക്ക് കാട്ടിത്തന്ന പാത അതാണ്. നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിലൂടെ നമ്മുടെ ഹൃദയം ശുദ്ധീകരിച്ച്, അപ്പൊ ഹൃദയശുദ്ധി ഉള്ളവർക്കാണ് ഈ പറഞ്ഞിട്ടുള്ള സാത്വിക ഭാവങ്ങളൊക്കെ ഈ വരുന്നത്. മനസ്സിലായോ? അത് ഒരെണ്ണമെങ്കിലും. അപ്പൊ നമ്മൾ ഭഗവാനെ കാണുമ്പോൾ, ഭഗവാന് നാമം ജപിക്കുമ്പം, ഭഗവാന് പൂജ ചെയ്യുമ്പം, ഭഗവാന്റെ മൂർത്തിയെ കാണുമ്പോഴാ, ഭഗവാനെ നമസ്കരിക്കുമ്പോഴൊക്കെ ഒരു തുള്ളി കണ്ണുനീരെങ്കിലും നമ്മുടെ കണ്ണിൽ നിന്നുണ്ടാകണം. അതാണ് ഭക്തിയുടെ ഭാവം. അപ്പൊ നിങ്ങളിലെല്ലാം അത് ഉണ്ടാകും എന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറഞ്ഞത് ആ ഒരു ഭാവം നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് ചിലർ ചോദിക്കും, എന്തുകൊണ്ടാണ് എന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ഇതൊന്നും അറിയാൻ വയ്യാത്ത പലരും ചോദിച്ചിട്ടുണ്ട്, എന്താണ് നാമമൊക്കെ ജപിക്കുമ്പോ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നു. അപ്പൊ ഞാൻ പറയാറുണ്ട്, അതൊക്കെ ശുദ്ധ ഭക്തിയുടെ, ശുദ്ധമായ പരിശുദ്ധമായ അവബോധത്തിന്റെ ലക്ഷണമാണ്. അപ്പൊ നാമം ജപിക്കുമ്പോഴൊക്കെ കണ്ണുനീര് വരുന്നത് വളരെ നല്ലതാണ്. ഒരിക്കലും ഭൗതികമായ കാര്യങ്ങൾ കൊണ്ടല്ല, ഇത് എല്ലാം അതീന്ദ്രിയമായ. പിന്നെ അടുത്തത് രാധാഭാവം. അപ്പം രാധാഭാവം എന്ന് വെച്ചാൽ എന്താണ്? രാധാറാണി എപ്പോഴും ഭഗവാനോട് നിന്ന് വേർപെട്ട, ഇപ്പൊ നമുക്കറിയാം ഗോലോക വൃന്ദാവനത്തില് ഭഗവാനും രാധാറാണിയും കൂടെ ഒന്നിച്ചു കഴിയുകയായിരുന്നു. അപ്പൊ അവിടുന്ന് ഒരു ഭക്തന്റെ, സുദാമ എന്ന ഭക്തന്റെ ഒരു ചെറിയ ഒരു എന്താ പറയാ ശാപത്തിന്റെ ഫലമായിട്ടാണ് രാധാറാണി ഈ ഭൗതിക ലോകത്ത് വന്നത്. അപ്പം അതും ആക്ച്വലി ഭഗവാൻ അതൊരു നിമിത്തമായിട്ടേ പറയുന്നുള്ളൂ. അതൊരു വെറും ഒരു നിമിത്തം മാത്രമാണ്. അതും കൂടുതലായിട്ട് അതിനെ സ്ട്രെസ് ചെയ്ത് പറയുന്നില്ല. രാധാറാണിയും ഭഗവാനും വരാൻ കാരണം എന്താണ്? അതൊക്കെ ഭഗവാന്റെ സ്വന്തം ഇച്ഛയാണ്. അപ്പം അങ്ങനെ രാധാറാണി ഭൗതിക ലോകത്ത് വരും. അപ്പം നമുക്കറിയാമല്ലോ, രാധാറാണി ഭൗതിക ലോകത്ത് വരുന്ന ഉടനെ കൃഷ്ണനോട് പറയുന്നത് എന്താ, എനിക്ക് അവിടെ വൃന്ദാവനം വേണം, എനിക്ക് പിന്നെ എന്താ പറയാ ഗോവർദ്ധനം വേണം, അതുപോലെ അങ്ങ് വരണം. അപ്പൊ അങ്ങനെ 3-4 കാര്യങ്ങൾ രാധാറാണി പറയും. അപ്പോ ഈ രാധാറാണി ഭൗതിക ലോകത്ത് വന്നു കഴിയുമ്പോഴ അപ്പം അറിയാമല്ലോ, അതായത് രാധാറാണി പിന്നെ എന്താ അവര് വേർപെട്ട് നിൽക്കുകയാണ്, വിവാഹം കഴിക്കുന്നത് വേറൊരു പുരുഷനെയാണ്. പിന്നെ അങ്ങനെ അവർക്ക് തമ്മിൽ കാണാനുള്ള പിന്നെ എന്താണ് സന്ദർഭങ്ങളൊക്കെ വളരെ കുറച്ചാണ് എപ്പോഴും. അപ്പൊ ഒരു വിരഹവേദന അനുഭവിക്കുന്ന, പിന്നീട് അത് കഴിഞ്ഞ് പിന്നെയും അവർക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ ഭഗവാൻ വൃന്ദാവനം വിട്ട് മധുരയിലേക്ക് പോയി കഴിഞ്ഞപ്പം രാധാറാണി പൂർണ്ണമായിട്ടും ആ വിരഹവേദനയുടെ അഗ്നിജ്വാലയിൽ ദഹിക്കുകയായിരുന്നു. അപ്പൊ അത്രമാത്രം ആ വിരഹവേദന അനുഭവിച്ച ഒരു ഭാവം, അതാണ് രാധാഭാവം. അപ്പൊ അത് മഹാപ്രഭുവിൽ എപ്പോഴും പ്രകടമായിരുന്നു. എപ്പോഴും കൃഷ്ണനെ തേടിയുള്ള യാത്രയായിരുന്നു അദ്ദേഹം. എവിടെ തിരിഞ്ഞാലും, അതും വിശേഷിച്ച് അന്ത്യലീലയിലൊക്കെ പറയുന്നത്, എവിടെ തിരിഞ്ഞാലും കൃഷ്ണനെ കാണും, പെട്ടെന്ന് മാറി.
കാണും, പെട്ടെന്ന് മാറും. അപ്പൊ അങ്ങനെ ഇങ്ങനെ കടൽ തീരത്തൊക്കെ പോയി നിൽക്കുമ്പോഴാ അവിടെ പിന്നെ കടലിൽ നിൽക്കുന്നത് പോലെ തോന്നും കൃഷ്ണന്. അപ്പൊ അങ്ങോട്ട് എടുത്ത് ചാടും. അപ്പൊ അങ്ങനെ ഞാൻ ഈ ശരീരമല്ല, അതാണ് ഈ പൂർണ്ണമായും ബോധക്ഷയം നഷ്ടപ്പെട്ട ആ ഒരു അവസ്ഥയായിരുന്നു മഹാപ്രഭുവിന്റെ. അപ്പൊ ആ രാധാഭാവം എന്ന് പറയുന്നത് കൃഷ്ണനിൽ നിന്ന് വേർപെട്ട് അനുഭവിക്കുന്ന ഭാവമാണ്. രാധാറാണിയുടെ ഭാവം അതെന്ന് വെച്ചാൽ വളരെ തീവ്രമാണ്, വളരെ കഠിനമായ തീവ്രമായിട്ടുള്ള വിരഹം അനുഭവിക്കുന്ന ഭാവമാണ്. പിന്നീട് അപ്പം ഈ രാധാഭാവം എന്ന് പറയുന്നത് മഹാപ്രഭുവിൽ എപ്പോഴും പ്രകടമായിരുന്നു. അപ്പൊ നമ്മൾ ഹരിനാമം ജപിക്കുമ്പോഴും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോഴും നമ്മളിൽ ഈ ഒരു ഭാവം വരണമെന്നാണ് ആചാര്യന്മാര് പറയുന്നത്. എന്താ, അതായത് എനിക്ക് ഭഗവാനെ, ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മൾ രാധാറാണിയോട് അപേക്ഷിക്കുന്നതാണല്ലേ. അപ്പം ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുക. അപ്പൊ ഏർപ്പെടുത്തണം, നമ്മളെ കൂടെ ഏർപ്പെടുത്തണം. അപ്പോഴും ആ ഒരു ഭാവം, ആ ഒരു ഫീലിംഗ് ഓഫ് സെപ്പറേഷൻ, അതാണ് വിരഹവേദന എന്ന് പറയുന്നത്. അത് ഭയങ്കര ആഴമാണ്. പക്ഷേ രാധാറാണി അനുഭവിച്ച ആ വിരഹവേദന പിന്നെ ഒരു പരിധിവരെ അത് ഭയങ്കര സുഖകരമായിരുന്നു. രാധാറാണി ഭഗവാനെ കുറിച്ച്, ഭഗവാന്റെ ലീലകളെ കുറിച്ച്, ഇപ്പൊ അതാണ് നമ്മളോട് പറയുന്നത് ആചാര്യന്മാര്, നമ്മൾ ഭഗവാന്റെ ലീലകളെ കുറിച്ച് ഓർക്കണം. അതൊക്കെ കേൾക്കുമ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ നമ്മളുടെ ഉള്ളിൽ ഒരു ഭയങ്കര എന്താ ഒരു അനുഭൂതി ഉണ്ടാകും. അപ്പൊ രാധാറാണി അനുഭവിച്ചൊന്ന് ആലോചിക്കുക. അപ്പൊ രാധാറാണി ഈ പറഞ്ഞിട്ടുള്ള ഭഗവാനുമായിട്ട് രാധാറാണിയും ഭഗവാനും കൂടെ വൃന്ദാവനത്തില് കാഴ്ചവെച്ച ലീലകളും അവര് തമ്മിലുള്ള ആ സ്നേഹത്തിന്റെ, പ്രേമത്തിന്റെ കൈമാറ്റം, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴാ ഇപ്പം ഒന്നിച്ചിരിക്കുമ്പോഴുള്ള സ്നേഹത്തിനെക്കാട്ടിൽ ഭയങ്കര സുഖമാണ് ഈ വിരഹവേദന അനുഭവിക്കുമ്പോഴെന്നാണ് പറയുന്നത്. അപ്പൊ ആ വിരഹത്തിന്റെ ഭാവമാണ് രാധാറാണിയിൽ എപ്പോഴും ഉള്ളത്, ആ വിരഹം അനുഭവിക്കുന്ന ഭാവം. അപ്പൊ ഇത് ആണ് പിന്നെ മഹാപ്രഭുവിൽ എപ്പോഴും പ്രകടമായിരുന്നു. അതുകൊണ്ടാണ് രാധാഭാവത്തിലാണ് മഹാപ്രഭു ഭൗതിക ലോകത്ത് അവതരിച്ചതെന്ന് പറയുന്നത്. ഇനി ശരീരത്തിന്റെ മാറ്റം, അദ്ദേഹത്തിന്റെ ശരീരം അവയവങ്ങൾ ഇപ്പം കാല്, കൈകള് ഒക്കെ ഇങ്ങനെ ചുരുങ്ങും. അതാ ഞാൻ നേരത്തെ പറഞ്ഞ കൂർമ്മ ചൈതന്യം. അതായത് കാലും കൈകളും ഒക്കെ ഇങ്ങനെ ചുരുങ്ങും. ഭഗവാനെ കണ്ടു, അദ്ദേഹത്തിന് വേർപെട്ടു പോയി, അദ്ദേഹത്തിനെ ഇപ്പൊ കാണുന്നില്ല, ദൂരെ എങ്ങോട്ടോ പോയി. അപ്പൊ ആ ഒരു ഭാവം വരുമ്പോഴാ കൈകളും കാലുകളും ഒക്കെ ചുരുങ്ങും. ചിലപ്പോൾ ഇപ്പൊ ഇങ്ങനെ ഇവര് പിന്നെ കൂടുള്ള എന്താ പറയാ സ്വരൂപ ദാമോദര, ഗോവിന്ദ, അങ്ങനെയൊക്കെയുള്ള അടുത്ത സുഹൃത്തുക്കളുണ്ട്, അടുത്ത സഹചാരികൾ ഭഗവാന്റെ. അതുപോലെ ഗോസ്വാമിമാര്. അപ്പൊ ഇവരൊക്കെ ചില സമയത്ത് നോക്കുമ്പോഴാ മഹാപ്രഭു ഇങ്ങനെ പിന്നെന്താ ചില സമയത്തൊക്കെ ഇങ്ങനെ വെറുതെ താഴെ ഇങ്ങനെ കിടക്കും, കണ്ണുകളൊക്കെ പിന്നെ ഇങ്ങനെ അടച്ചിട്ട്, പിന്നെ അദ്ദേഹത്തിന്റെ കാലും കൈയും ഒക്കെ ഇങ്ങനെ ഒട്ട് ചുരുങ്ങിയിട്ട് ജോയിന്റുകളൊക്കെ ഡിസ്ലൊക്കേറ്റഡ് ആയിട്ട് ഇതുപോലെ അയഞ്ഞു കിടക്കുന്ന പോലെ, പിന്നെന്താ ഈ അസ്ഥികളൊക്കെ ഇങ്ങനെ വേർപെട്ട് കിടക്കുന്ന പോലെ തോന്നും ശരീരം കണ്ടു കഴിഞ്ഞാൽ. അപ്പൊ അതേപോലെ തന്നെ പിന്നെ എന്താ ശരീരം ഉണങ്ങി തടി കൊണ്ടുള്ള ഒരു പാവയെ പോലെ തോന്നിക്കും ചില സമയത്ത്. അതാ നമ്മൾ പറഞ്ഞല്ലേ എന്താ ശരീരത്തിന് പിന്നെ നിറം മാറ്റം സംഭവിക്കുമെന്ന് പറഞ്ഞു. അതാണ് വിളറി വെളുക്കുമെന്ന് പറയത്തില്ലേ ചിലര്. പിന്നെ ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ പിന്നെ എന്താ നമുക്ക് എന്താ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും സംഭവിക്കും, പെട്ടെന്ന് വിളറി വെളുത്തു പോകും. അപ്പൊ അതാണ് ശാരീരികമായിട്ട് വൈവർണ്യം, അതായത് ആ ശരീരത്തിന് മാറ്റം സംഭവിക്കുക. അപ്പൊ അങ്ങനെ ചിലപ്പോൾ കാണപ്പെടും. അപ്പം അതന്നേരം അദ്ദേഹത്തിനെ കണ്ട വെറും ഒരു തടി ഇങ്ങനെ കിടക്കുന്ന പോലെ തോന്നും, പാവയെ പോലെ തോന്നും. അപ്പൊ ഈ 8 തരത്തിലുള്ള ആവിർഭാവങ്ങള്, അതായത് ചില സമയത്ത് അദ്ദേഹം നിലത്ത് കിടന്ന് ഉരുളും, അതും ഇതിന്റെ ഒരു ഭാവമാണ്. കാരണം ഞാൻ ഈ ശരീരമല്ല. അപ്പൊ ഇതെല്ലാം അതാണ് ഡീവാസ്റ്റേഷൻ, ലാസ്റ്റ് പറയുന്ന പ്രളയം, അത് ആ ബോധക്ഷയം അതിനകത്ത് വരുന്നതാണ്. അപ്പൊ ചില സമയത്ത് നിലത്ത് കിടന്ന് അദ്ദേഹം ഉരുളും. അപ്പൊ ഇതെല്ലാം ഈ 8 തരത്തിലുള്ള ഭാവങ്ങളും ആവിർഭാവങ്ങളെല്ലാം തന്നെ ഒരേപോലെ മഹാപ്രഭുവില് പ്രകടമായിട്ടുണ്ട്. അത് മഹാപ്രഭുവാണ് ഇതെല്ലാം, ഇതിന്റെ ആ മൂർധന്യമായിട്ടുള്ള ആ രാധാകൃഷ്ണ പ്രേമത്തിന്റെ വിരഹവേദനയുടെ ആ ഒരു മൂർധന്യ ഭാവം നമുക്ക് കാഴ്ചവെച്ചത് മഹാപ്രഭുവാണ്. നമ്മളിൽ ഈ പറഞ്ഞിട്ടുള്ള ഭാവങ്ങളൊന്നും വന്നില്ലെങ്കിലും നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് എന്താണ്, ഇങ്ങനെയൊക്കെ ആണ് ഭക്തിയുടെ ഓരോരോ പടവുകൾ കയറുമ്പോഴാ
നമ്മൾ പ്രേമത്തിന്റെ ആ ഓരോരോ പടവുകൾ, ഭഗവാനോടുള്ള സ്നേഹത്തിന്റെ ആ ഭക്തിയുത സേവനത്തിലൂടെ, ആക്ച്വലി നമ്മളോട് ഭഗവാൻ ആചാര്യന്മാര് പറഞ്ഞെന്താണ്, ദാസ്യഭാവമാണ് അല്ലെ, നമ്മൾ വെറും ഭഗവാന്റെ ദാസരാണ്. അപ്പൊ അവിടെയാണ് വിനയം വരുന്നത്. അപ്പൊ മഹാപ്രഭു എപ്പോഴും പിന്നെ ഞാൻ അങ്ങയുടെ ഒരു ദാസനാണ്, അങ്ങയുടെ ദാസനാണെന്ന് അങ്ങനെ ഓരോരുത്തരോടും പറയുന്നത്. കാരണം എന്താ, അദ്ദേഹം ആ ഒരു ഭക്തന്റെ ഭാവം, രാധാറാണിയുടെ ഭാവവും അതേപോലെ ഭക്തന്റെ ഭാവവും, ഭക്തഭാവത്തിലാണ് അദ്ദേഹം ഓരോരുത്തരോടും അദ്ദേഹത്തിന്റെ ആ വിനയാന്വിതമായ പെരുമാറ്റം. അപ്പൊ ഇതൊക്കെ നമ്മൾ കണ്ടുപഠിക്കാനായിട്ട്, ഇതിനെയൊന്നും അനുകരിക്കാനോ അഥവാ നമുക്കിതിനെയൊക്കെ എന്താ പറയാ, എനിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്ന് പ്രതീക്ഷിക്കാനോ ഒന്നും പറ്റില്ല. പക്ഷെ നമ്മൾ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി നമ്മൾ എന്താ പറയാ, നാമം ജപിക്കുമ്പോഴാ എന്നെങ്കിലും ഒരു കാലത്ത് നമ്മളിലും ഈ പറഞ്ഞിട്ടുള്ള അഷ്ടസാത്വിക ഗുണങ്ങളിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിന്റെ ഒരു ഒരു ഭാവത്തിന്റെ അഥവാ ലക്ഷണത്തിന്റെ ഒരു അംശമെങ്കിലും നമ്മളിലും ഇത് പ്രകടമാകുമായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഭഗവാനെ സേവിക്കുക. അപ്പം സേവന മനോഭാവം, അപ്പൊ ഈ ആചാര്യന്മാരെല്ലാം തന്നെ ഇപ്പൊ ഇത്രയും പറഞ്ഞത് ഇതെല്ലാം മഹാപ്രഭുവിന്റെയാണ്. അപ്പൊ നമ്മളിവിടെ പറയുന്നത് ഗുരുവിനെ കുറിച്ചാണ്. അപ്പം മഹാപ്രഭുവിന്റെ കീർത്തനം, നൃത്തം, ഗീതം, വാദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വാദ്യോപകരണങ്ങൾ വായിക്കുക. അപ്പൊ ഇതെല്ലാം കേട്ട് കഴിയുമ്പോഴാ മനസ്സിന് രസം ഉണ്ടാകും. രസം എന്ന് വെച്ചാൽ എന്താണ്, ഏറ്റവും വലിയ രസം മാധുര്യ രസമാണ്. അപ്പൊ ഈ മാധുര്യ രസത്തെ ഇപ്പം ദാസ്യരസം, അതുപോലെ തന്നെ ശാന്തരസം, ദാസ്യരസം, സഖ്യരസം, വാത്സല്യരസം, മാധുര്യരസം, ഏറ്റവും ഉത്കൃഷ്ടമായത് മാധുര്യരസമാണ്. മഹാപ്രഭു കാണിച്ചതെന്ന് അതാണ്. പക്ഷെ അദ്ദേഹത്തിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. ഈവൻ ഭഗവാന്റെ അടുത്ത് ഓരോ ഭക്തരും അതായത് ആദ്യം ശാന്തരസത്തിൽ വർത്തിക്കുന്ന ഭക്തന്, വർത്തിക്കുന്ന ഭക്തൻ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, ഇപ്പം സാമഗ്രികള് അതൊക്കെ എന്ന് വെച്ചാൽ ഭഗവാന്റെ ഭക്തരാണ് അതെല്ലാം. ഇപ്പം ശ്രീ ബലരാമൻ, അദ്ദേഹം ഭൗതിക ലോകത്ത് വന്നത് ഭഗവാനെ സേവിക്കുക എന്ന മാത്രം ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. പക്ഷെ അദ്ദേഹത്തില് ഈ ദാസ്യരസം ഉണ്ടായിരുന്നു, അദ്ദേഹത്തില് എന്താ പറയാ വാത്സല്യരസം ഉണ്ടായിരുന്നു, മാധുര്യരസം ഉണ്ടായിരുന്നു, സഖ്യരസം ഉണ്ടായിരുന്നു. മാധുര്യരസമല്ല, സഖ്യരസം ഉണ്ടായിരുന്നു. അപ്പൊ ഈ രസങ്ങളൊക്കെ അപ്പൊ ഓരോരുത്തരിലും, ഓരോ ഭക്തന്മാരിലും അവരെങ്ങനെയാണോ ഭഗവാനെ കാണുന്നത് ആ രീതിയിലാണ് അവരിൽ ആ രസം വളർന്നു വരുന്നത്. അതായത് ആ ഭാവം വളർന്നു വരുന്നത്. അപ്പൊ ഇവിടെ ആചാര്യന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം ഭഗവാനെ സേവിക്കുന്ന ഭക്തന്മാരാണെങ്കിലും അവര് ഭഗവാനെ കൂടുതൽ സേവിക്കും തോറും അവരുടെ ഹൃദയത്തില് എന്താ പറയാ, ഭഗവാൻ ഇപ്പൊ തന്നെ ചൈതന്യ മഹാപ്രഭു നൃത്തം ചെയ്യുന്ന കാണുമ്പം, അദ്ദേഹം കീർത്തനം പാടുന്ന കാണുമ്പം, ഇപ്പൊ മഹാപ്രഭു അവിടെ ജഗന്നാഥപുരിയില് അവിടെ രഥയാത്ര നടക്കുന്ന സമയത്ത് ഇങ്ങനെ രഥത്തിന്റെ മുന്നില് നൃത്തം ചെയ്യും. ഭക്തന്മാരെല്ലാം ഇങ്ങനെ കൂട്ടമായിട്ട് ഇങ്ങനെ ഓരോ ഗ്രൂപ്പായിട്ട് നൃത്തം ചെയ്യും. അപ്പം മഹാപ്രഭു എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഗ്രൂപ്പുകളെല്ലാം ഏഴായിട്ട് ഭാഗിച്ചിട്ട് അവിടെ എല്ലാം ഓരോ ലീഡേഴ്സിനെ നിർത്തി. എന്നിട്ട് എന്താണ്, ആ കീർത്തനം നയിക്കാനും നൃത്തം ചെയ്യാനും ഒക്കെ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവര് ഓരോരുത്തരുടെയും കൂടെ ഭഗവാനുണ്ട്. ഓരോ ഗ്രൂപ്പിലും അവര് നോക്കുമ്പോൾ ഭഗവാൻ അവരുടെ കൂടെ നൃത്തം ചെയ്യുകയാണ്. അന്നേരം അവരെന്താ വിചാരിക്കുന്നത്, എന്റെ കൂടെ ഭഗവാൻ, ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൽ ഭഗവാൻ വന്ന് ഞങ്ങളുടെ കൂടെ നൃത്തം ചെയ്യുകയാണ്. അടുത്ത ഗ്രൂപ്പ് എന്താ വിചാരിക്കുന്നത്, ഞങ്ങളുടെ കൂടെ ഭഗവാൻ വന്ന് ഞങ്ങളോടൊപ്പം നൃത്തം ചെയ്യുകയാണ്. അങ്ങനെ ഓരോ ഗ്രൂപ്പിലെയും ആൾക്കാർ എന്താ വിചാരിക്കുന്നത്, നമ്മുടെ കൂടെ ഭഗവാൻ നൃത്തം ചെയ്യുന്നു. ആക്ച്വലി അതാണ് രാസലീല എന്ന് പറയുന്നത്. നമ്മുടെ കലിയുഗത്തിലെ മഹാപ്രഭുവിന്റെ രാസലീല, ഭഗവാൻ ശ്രീകൃഷ്ണൻ വൃന്ദാവനത്തിൽ കാഴ്ചവെച്ച അതേ ലീല, രാസലീല എന്ന് പറയുന്നത് ജഗന്നാഥപുരിയിലെ ജഗന്നാഥന്റെ മുന്നില് മഹാപ്രഭു ഇതേപോലെ കാഴ്ചവെച്ച നൃത്തമാണ് അഥവാ കീർത്തനമാണ്. അപ്പൊ അതാണ് അതും അത് നമുക്ക് കാണാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി രാസലീല, അദ്ദേഹം കാട്ടിയ രാസലീല അതാണ്. അപ്പൊ അതാണ് പറയുന്നത്. സമയായ പ്രഭു? ആയി പ്രഭുവായി, സമയമായി. 5 വർഷങ്ങൾ ഹരേ കൃഷ്ണ. കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026. ഇനി ഡൗട്ട് ചോദിക്കാനുള്ള സമയമുണ്ട്. അപ്പം ലാസ്റ്റ് പ്രഭു ഒരു മിനിറ്റ്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ആ ഒരു ഗുരു, ഇത്രയും എന്താ പറയാ ആധികാരികനായിട്ടുള്ള ആ ഒരു ഗുരുവിനെ ഞാൻ വന്ദിക്കുന്നു, അഥവാ എന്റെ പ്രണാമങ്ങൾ അദ്ദേഹത്തിന് അർപ്പിക്കുന്നു. അതാണ് ഈ രണ്ടാമത്തെ
ശ്ലോകത്തിന്റെ രത്നചുരുക്കം. അതിനകത്ത് ഇത്രയും വിശദീകരിച്ചത് മഹാപ്രഭുവിന്റെ ഈ ഭാവം, അദ്ദേഹത്തിന്റെ ആ എന്താ പറയാ രാധാഭാവത്തിൽ അദ്ദേഹം എങ്ങനെയാണ് ഭഗവാനെ ആരാധിച്ചിരുന്നത്, അത് കണ്ടിട്ട് നമ്മുടെ ഗുരുവിലുണ്ടാകുന്ന മാറ്റങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള ഗുരു, അതാണ് പരമ്പരയിൽ കൂടി നമുക്ക് കിട്ടുന്ന ആ ഒരു അനുഗ്രഹം എന്ന് പറയുന്ന അതാണ്. അപ്പൊ അങ്ങനെയുള്ള ഗുരുവിന്റെ തൃപ്പാദ പത്മങ്ങളിൽ ഞാൻ എൻ്റെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു എന്നാണ് രണ്ടാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം. ഹരേ കൃഷ്ണ. താങ്ക് യു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു. മാതാജി അഷ്ടലക്ഷണങ്ങളൊന്നുകൂടി പറഞ്ഞേ. അഷ്ടലക്ഷണങ്ങളൊന്നുകൂടി. അഷ്ടലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ആദ്യത്തത് സ്തംഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചലനമില്ലാതെ നിൽക്കുക. രണ്ടാമത്തത് സ്വേദ, വിയർക്കുക. എഴുതിയോ? മൂന്നാമത് രോമാഞ്ചം ഉണ്ടാകുക, അതായത് ശരീരത്തിലെ രോമങ്ങൾ എഴുന്നു നിൽക്കുക. നാലാമത്തത് സ്വരഭേദം ഉണ്ടാകുക, വാക്കുകൾ മുറിഞ്ഞു പോവുക, ഗദ്ഗത ഉണ്ടാവുക. 5 വേപതു, അതായത് വിറയൽ. ആറാമത്തത് വൈവർണ്യം, ശരീരത്തിന് കളറിന്റെ മാറ്റം, അതായത് നിറമാറ്റം, വർണ്ണമാറ്റം സംഭവിക്കുക. 7 അശ്രു, കണ്ണുനീര്. 8 പ്രളയം, അതീന്ദ്രിയമായിട്ടുള്ള ബോധക്ഷയം. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും ഇനി സംശയം എന്തെങ്കിലും ഉണ്ടോ? ഹരേ കൃഷ്ണ മാതാജി, ദണ്ഡവത്താണ്. പ്രണാമം പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. അപ്പൊ ഈ ഭഗവാന്റെ ഈ ഒരു യുഗത്തിലെയാണ് ഈ ലീലകൾ ഇത്രയും കാണിക്കുന്നത് അല്ലേ? അതുപോലെ എത്ര യുഗത്തിൽ കാണിച്ചു കാണുമല്ലേ? ഭഗവാൻ എല്ലാ യുഗത്തിലും അദ്ദേഹത്തിന്റെ ആ എന്താ പറയാ ദൗത്യം, അദ്ദേഹത്തിന്റെ മിഷൻ അനുസരിച്ചുള്ള ലീലകൾ കാണും. ഇപ്പം ഭഗവാൻ ശ്രീകൃഷ്ണൻ വന്ന് അദ്ദേഹം വൃന്ദാവനത്തിൽ ആടിയ ലീലകള്, ചൈതന്യ മഹാപ്രഭു വന്ന് അദ്ദേഹം കാട്ടിയ ലീലകൾ. അപ്പൊ ഇത് ഭക്തിഭാവത്തിലൂടെ അദ്ദേഹം കാട്ടി, ഭഗവാൻ തന്നെയാണെങ്കിൽ. അതേപോലെ ഓരോ അവതാരത്തിലും ഓരോ യുഗത്തിലും ഭഗവാന് അതിൻ്റെതായിട്ടുള്ള ദൗത്യം നിറവേറ്റുന്ന തരത്തിലുള്ള. ഇപ്പൊ മഹാപ്രഭുവിന് നമ്മളിൽ ഭക്തി പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഭക്തിഭാവം, പ്രേമം പഠിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം വന്നത്. അതാണ് പ്രേമ പുരുഷോത്തമൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഓരോ അവതാരത്തിലും ഓരോ ദൗത്യത്തിലും അദ്ദേഹത്തിന് അതിന്റെ പിന്നിൽ ഓരോ ലക്ഷ്യം, ഓരോ ദൗത്യമുണ്ട്. എല്ലാത്തിന്റെയും ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്തന്മാരെ രക്ഷിക്കുക എന്നുള്ളതാണ് പ്രഥമമായിട്ട്. പിന്നെ ഇതെല്ലാം ഭഗവാന്റെ എന്താ പറയാ സ്വീറ്റ് വിൽ, എല്ലാം അദ്ദേഹത്തിന്റെ സ്വന്തം ഇച്ഛ അനുസരിച്ചാണ് ഇതെല്ലാം നടക്കുന്നത്. ഹരേ കൃഷ്ണൻ.